السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونصلي على رسوله الكريم أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ കാര്യദർശിയും അൽ ഇഹ്സാൻ എന്ന് പറയുന്ന ഈ വലിയൊരു മൂവ്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, പ്രിയപ്പെട്ട മാസ്റ്റർ അവറുകൾ, അദ്ദേഹം പലതവണയായി എന്നെ വിളിച്ചതാണ്, പലപ്പോഴും ഞങ്ങൾ കണ്ടുമുട്ടിയതുമാണ്. പലയിടത്തും പരിപാടികൾക്കൊക്കെ ക്ഷണിക്കുമ്പോഴും മുസ്തഫ മാഷ് വിളിക്കുന്ന സമയത്ത് അതിന് ഉത്തരം കൊടുക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ്. കാരണം മൊത്തത്തിൽ പലയിടത്തും പരിപാടികളാണ്, വിദേശത്തും നാട്ടിലൊക്കെ ആയിട്ട്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഈ പരിപാടിയെ കാണുന്നത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാനിലൂടെയാണ് നമ്മൾ പോകുന്നത്. കൂടുതൽ പുണ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് പ്രതിഫലം കിട്ടുന്നത് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളുടെ കൂടെ നിൽക്കുക എന്നതാണ്. ഞങ്ങൾക്കതില്ല എന്നതല്ല, ഏറ്റവും വലിയ കോൺഫിഡൻസോടുകൂടി നല്ല ഒരു ധൈര്യത്തോടു കൂടി മാഷ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭയപ്പെടാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹായങ്ങളുണ്ടാകുമെന്ന് ആശിച്ചുകൊണ്ട് ഭയപ്പെടാൻ ഒരിക്കലും നമുക്ക് നിവൃത്തിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല പരിപാടികളും നമ്മളിപ്പോൾ ഈ കോഴിക്കോട്ട് നിന്ന് തന്നെ പലവരും എന്നെ വിളിച്ചതാണ്. പക്ഷെ അതിനൊന്നും പങ്കെടുക്കാതെ ഇതിന് വരാനുള്ളൊരു കാരണം മുസ്തഫ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ ഒരു കടമയും ബാധ്യതയുമാണ്. അപ്പം എന്നോട് ചോദിച്ചു, നിന്ന് സംസാരിക്കണോ ഇരുന്ന് സംസാരിക്കണോ? എല്ലാവരും നോമ്പുകാരായതുകൊണ്ട് ഇരുന്ന് സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ മാത്രം നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും മുഷിപ്പൊന്നും വിചാരിക്കരുത്. അപ്പം ഇരുന്നായാലും നിന്നായാലും ഇൻഷാ അല്ലാഹ് സംസാരമാണല്ലോ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അൽ ഇഹ്സാൻ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ പ്രിയപ്പെട്ട മുസ്തഫ സാറിൻ്റെ നേതൃത്വത്തിൽ സഹോദരങ്ങൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ വോളണ്ടിയേഴ്സ്, പുറത്തങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത സുഹൃത്തുക്കൾ, സഹായങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത സുഹൃത്തുക്കൾ, അവരവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മളോടൊപ്പം അവരുള്ളത്. അതിന് വലിയൊരു കാരണമുണ്ട്. നമ്മളെല്ലാവരും വിശ്വാസികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ യതീമായ ആളാണ്. ജനിക്കുന്നതിന് മുമ്പേ യതീമാണ്. ജനിച്ചപ്പോൾ തന്നെ യതീമായിട്ടാണ് ജനിക്കുന്നത്. ഈ ഭൂമി ലോകത്തിലേക്ക് വരുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്വന്തം പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായെങ്കിലും മൊത്തം മാനവരാശിയുടെ നേതൃത്വത്തിലേക്ക് എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെയും ബുദ്ധിയെയും പാകപ്പെടുത്തി. അതുകൊണ്ട് നമ്മൾ കുറച്ച് നമ്മുടെ ഒരു ചിന്തയുണ്ടാകും. ആ പ്രയോഗം തന്നെ നല്ലതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, യതീം എന്ന് പറയുന്ന വാക്ക്. കാരണം അങ്ങനെ ഇല്ലായ്മകളില്ല ഒരാളുകളല്ല നമ്മൾ. നമുക്കും ഒരേപോലെ ബുദ്ധി തന്നിട്ടുണ്ട്, ഒരേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷി തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ശരി, നമ്മൾ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ അനാഥത്വത്തിൻ്റെ, അനാഥൻ എന്ന് പറഞ്ഞാൽ നാഥനില്ലാത്ത അവസ്ഥ എന്നാണല്ലോ. അനാഥനാണ്, നാഥനില്ലാത്ത അവസ്ഥ എന്നാണ്.
പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല. ഇവർ നിങ്ങളെ ഏറ്റെടുത്തത് കൊണ്ട് മാഷാ അല്ലാഹ് നിങ്ങൾ അനാഥരല്ല. ഏറ്റെടുക്കാൻ ആളുണ്ടാക്കുമ്പോൾ അവരാരും അനാഥരല്ലല്ലോ, നാഥനുള്ളവരാണ്. അതിനുശേഷം ഏകദേശം 6 വയസ്സായ സമയത്താണ് പിതാവിൻ്റെ നാട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായത്. പിതാവിനെക്കുറിച്ച് എല്ലാവരും നന്മകൾ മാത്രമാണ് പറയുന്നത്. സൽസ്വഭാവിയായിരുന്നു, ആളുകളോട് നല്ല പെരുമാറ്റമായിരുന്നു, അതേപോലെ തന്നെ ആളുകളോട് നല്ല രീതിയിലുള്ള സഹവർത്തിത്വമായിരുന്നു, നല്ല സ്വഭാവശീലനായിരുന്നു. ഇങ്ങനെ പിതാവിനെക്കുറിച്ച് ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട്. ഞാൻ ഇരുന്നിട്ട് തന്നെയല്ലേ പറയണമെന്ന് ചോദിച്ചതാണ്. ഇരുന്നിട്ട് തന്നെയാണെന്ന് പറഞ്ഞത്. 6 വയസ്സുള്ള സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിൻ്റെ നാട്ടിലേക്ക് ഒരു യാത്ര തിരിക്കുന്നത്. ആമിന ബീവി പിതാവിനെക്കുറിച്ച് പറഞ്ഞ്, പിതാവിനെക്കുറിച്ച് വർണ്ണിച്ച്, പിതാവിനോടുള്ള സ്നേഹങ്ങൾ പറഞ്ഞ് വെറും 6 വയസ്സുള്ള ആ കുഞ്ഞിനെയും കൊണ്ട് യാത്രയാവുക. കൂട്ടത്തിലൊരു പാവം ഒരു സ്ത്രീയെയും കൂടെ കൂട്ടിയിരുന്നു. ആമിന ബീവിയുടെ തോഴിയായി, സഹായിയായി ഒരു സ്ത്രീയെയും. ചരിത്രത്തിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവരുടെ ദേശത്തെത്തുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അവരെ ഖബർഗേഹം അത് സന്ദർശിക്കുന്നു. അങ്ങനെ തൻ്റെ പിതാവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ, തൻ്റെ പിതാവിനെ കുറിച്ചിട്ടുള്ള ആ വല്ലാത്തൊരവസ്ഥകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു പോരാൻ സമയത്ത് ആമിന ബീവിയും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ സ്നേഹത്തിൻ്റെ, ആ ആഴത്തിൻ്റെ, ആ അങ്ങേയറ്റത്തെ അബ്ദുള്ള എന്ന് പറയുന്നത് തൻ്റെ പിതാവിനോട്, തൻ്റെ ഭർത്താവിനോടുള്ള, ഉസാസമയുടെ പിതാവിനോടുള്ള അങ്ങേയറ്റത്തെ ആദരത്തിൻ്റെ ഒക്കെ ഭാഗമായി സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് സത്യത്തിലൊരു സങ്കടം വരികയും അങ്ങനെ ചെറിയ തോതിൽ രോഗബാധിതരാവുകയും അങ്ങനെ അവിടെ വെച്ചിട്ട് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിയുടെ ഖബർഗേഹത്തിൽ നിന്ന് മെല്ലെ ഇങ്ങനെ തൻ്റെ കൂടെയുള്ള സ്ത്രീ, തോഴിയായ സ്ത്രീ, ഉമ്മക്ക് പകരമായ സ്ത്രീ അവിടുന്ന് മെല്ലെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. പിന്നെയും വലിച്ചുകൊണ്ട് വരും, പിന്നെയും അങ്ങോട്ട് തന്നെ പോകും. അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ് ചരിത്രത്തിലത്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുഃഖത്തിൻ്റെ അങ്ങേ തലയാണ്. പക്ഷേ അള്ളാഹു പിന്നെ ഉയർത്തി ലതർക്കബന്ന തബക്കന്നൻ തബക്ക് എന്ന് പറയുന്നത് പോലെ പടിപടിയായി ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഒറ്റപ്പെട്ടതിൻ്റെ, വല്ലാതെ വിഷമിച്ചതിൻ്റെ, മനോദുഃഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിട്ട് അങ്ങനെ അവസാനം ലോകത്തിൻ്റെ തന്നെ നെറുകയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരാണ്. ആദ്യമേ അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. പക്വതയ്ക്ക് വേണ്ടി, പാകതയ്ക്ക് വേണ്ടി, സഹനതയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തർത്തീബാക്കിയത്, അങ്ങനെയാണ് തയ്യാറാക്കിയത്. പിന്നീട് ആ സ്ത്രീ കുറേ കാലങ്ങൾക്ക് ശേഷം റുസാസമ്മയെ തേടിയെത്തുമ്പോഴേക്ക് റുസാസമ്മ ഒരുപാട് പ്രായമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50-നോളം അല്ലെങ്കിൽ 50 കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ആയിഷ ബീവി ചോദിക്കുകയാണ്, 50ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ചോദിക്കുകയാണ്, ഈ സ്ത്രീ വന്ന സമയത്ത് മെല്ലെ എഴുന്നേറ്റ് നിന്നു. ആയിഷ ബീവിയുടെ അരികിൽ നിന്ന് റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ റസൂലുള്ളാഹിയോട് ആയിഷ ബീവി ചോദിക്കുകയാണ്, ഇതാരാണ്? അപ്പോൾ പറഞ്ഞ വാക്ക് ഉമ്മി ബഅദ ഉമ്മി എന്നാണ്. എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള എൻ്റെ ഉമ്മയാണ് ഇത് എന്നാണ്. അപ്പോൾ നമ്മുടെ ഉമ്മാക്ക് ശേഷമുള്ള ഉമ്മയെപ്പോലെ, നമ്മുടെ ഉപ്പാക്ക് ശേഷമുള്ള ഉപ്പയെപ്പോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തരാൻ ആളുണ്ടാകുമ്പോൾ നമ്മളും ഒരു പടിപടിയായി ഉയർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് കൂട്ടത്തിൽ നിന്ന് തരാൻ ആളില്ലാത്തതാണ് പ്രശ്നം. കൂട്ടത്തിൽ നിന്ന് തരാൻ ആളുണ്ടാകുമ്പോൾ ആദ്യം അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന പിതാമഹനും പിന്നെ അബൂ ത്വാലിബ് എന്ന് പറയുന്ന പിതാവിൻ്റെ സഹോദരനും അത് കഴിഞ്ഞിട്ട് പിന്നെ ഖദീജ ബീവിയും, ഇങ്ങനെ ഓരോരുത്തരും കൂടെ എന്നും കൂടെ തന്നെ ഉണ്ടായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു വ്യഥ, ആ ഒരു വേദന ഉണ്ടായില്ല. അതിൻ്റെ പകരമായിട്ടാണ് ഇന്ന് വേദനിക്കുന്ന നമുക്ക് എന്താക്കുന്നത്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അനുചരന്മാരായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ നമുക്ക് വേണ്ടി അനാഥത്വം എന്ന് പറയുന്ന അതിനെ മാറ്റിക്കൊണ്ട് നാഥത്വം എന്നതിലേക്ക് കൊണ്ടുവരുന്നത്. ആ വെട്ടിക്കളയാണ്. ആ കൂട്ടുമ്പോഴാണ് നമ്മൾ അനാഥനാകുന്നത്. ആ വെട്ടിക്കളയുമ്പോൾ നമ്മൾ നാഥനാകും, അഥവാ നാഥനുള്ളവരാകും. ഇപ്പം നമ്മളെല്ലാം ആ വെട്ടിക്കളഞ്ഞ ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ കൂട്ടത്തിലില്ല. നമ്മൾ നാഥനുള്ളവരാണ്. അതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മുസ്തഫ സാറായാലും കൂടെയുള്ള ചെറുപ്പക്കാരായാലും അതിലേറെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്നത്തെ പരിപാടി പോലും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫിലെ നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കളായാലും എല്ലാവരും കൂടി നമുക്ക് നാഥത്വം ഉണ്ടാക്കിയിരിക്കാം. അതുകൊണ്ട് നമ്മളാരും സങ്കടപ്പെടേണ്ടതില്ല, നമ്മളാരും വിഷമിക്കേണ്ടതില്ല. ഈ ലോകത്തിൽ അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്നായിരിക്കും നമ്മൾ വളർന്നു വരിക. ഓരോ ആളുകൾക്കും പറയാനുള്ള കഥ അങ്ങനെ തന്നെയാണ്. ഓരോ ആളുകൾക്കും മനസ്സിലാകുന്ന ബോധ്യങ്ങളും അത് തന്നെയാണ്. ഞാൻ ഒരു സംഭവം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അത് നമ്മുടെ ഈ കഥയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ലോകത്തിൽ നടന്നൊരു സംഭവം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ നമ്മൾ മൊബൈലൊക്കെ നോക്കുന്ന സമയത്ത് ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന ഒരാളെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീകാന്ത് ബൊല്ല എന്നാണ്. മൊല്ലയല്ല, ബൊല്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ജന്മന അദ്ദേഹം കണ്ണ് കാഴ്ചയില്ലാത്ത ആളാണ്. ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്. അപ്പോൾ ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന മനുഷ്യൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ ചേരുന്ന സമയത്ത് ആ സ്കൂളുകാർക്ക് അതൊരു വിഷമമായി തോന്നി. കാരണം കണ്ണ് കാണാത്ത ഒരു കുട്ടി ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അവർ പരിചരിച്ചില്ലെങ്കിൽ എന്തൊക്കെ ആകുമെന്ന് ചിലപ്പോൾ അധ്യാപകരുടെ ആകുലതയാകാം, ഒരു പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നലാകാം. അങ്ങനെ ശ്രീകാന്ത് ബൊല്ലയെ സ്കൂളിൽ ഒരുപാട് കെഞ്ചിയിട്ടാണ് ചേർത്തത്. അങ്ങനെ അനാഥനായ ഈ അന്ധനായ ഈ മോന് സത്യത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഒരാൾ കൂടെ വേണം. പലരും കൈയൊഴിഞ്ഞു. പക്ഷെ എന്നിട്ടും പഠിച്ചു വലുതായി അവസാനം 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ചേരാൻ സമയത്ത്, അദ്ദേഹം ഇന്ത്യക്കാരനാണ്, +2 ചേരാൻ സമയത്ത് +2 സയൻസ് എടുക്കാൻ ആഗ്രഹിച്ചു. +2 സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചപ്പോൾ സ്കൂളുകാർ പറഞ്ഞു സയൻസ് എടുക്കാൻ കഴിയില്ല, ലാബ് ഉപയോഗിക്കണം. ലാബിൽ, കെമിസ്ട്രി ലാബിലൊക്കെ കെമിക്കൽ സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് കണ്ണ് കാണാത്ത ആളുകൾക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് +2 സയൻസിന് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ കേസ് സ്റ്റഡി നമ്മൾ വായിക്കേണ്ടതാണ്. അങ്ങനെ ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന മനുഷ്യൻ അമ്മയോട് പോയിട്ട് പറഞ്ഞ് അമ്മ കോടതിയെ സമീപിക്കാം, കണ്ണ് കാണാത്ത ആൾക്ക് എന്തുകൊണ്ട് സയൻസ് പഠിച്ചുകൂടാ എന്നതായിരുന്നു വാദം. അങ്ങനെ വളരെ സമർത്ഥരായ അഡ്വക്കേറ്റിൻ്റെ വാദങ്ങളും അവിടുത്തെ ജഡ്ജിയുടെ കരുണയും ഒക്കെയായി ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന ഈ മഹാമനുഷ്യൻ +2 സയൻസിന് തന്നെ ചേർന്നു. കോടതിയുടെ വിധിപ്രകാരം ചേർന്നു. സയൻസ് അതിമനോഹരമായിട്ട് പാസ്സായി. ചില സഹായികളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടാകാം. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് പോകാൻ ആഗ്രഹിച്ചത് IIT-യിലാണ്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കഥകളൊക്കെ അതിൽ വരും. IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് അദ്ദേഹത്തിന് പഠിക്കാൻ ആഗ്രഹമുണ്ടായത്. അങ്ങനെ ആഗ്രഹിച്ച് നടക്കുമ്പോഴാണ് IIT-യിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കില്ല സീറ്റ് എന്ന് വാദമുണ്ടായത്. +2 സയൻസ് വരെ ഓക്കെ, പക്ഷേ ഒരിക്കലും IIT-യിലേക്ക് എത്താൻ ഇങ്ങനത്തെ ആൾക്കാർക്ക് കഴിയില്ല എന്ന് നമ്മളെപ്പോലെ എല്ലാമുള്ള ആളുകൾ വാദിച്ചു. പക്ഷെ ആ കുട്ടി പിന്നെയും കോടതിയെ സമീപിച്ചു. അങ്ങനെ ചുരുക്കത്തിൽ അന്ന് ഇന്നത്തെ പോലെ JEE എന്നതിന് പകരം IIT-ക്ക് മാത്രമായിട്ടുള്ള ടെസ്റ്റുകളാണ്. പിന്നെയാണ് ജോയിന്റ് എൻട്രൻസ് എക്സാം ഒക്കെ ആയത്. ഏതായാലും IIT-യുടെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ടെസ്റ്റും പാസ്സായി. എന്നിട്ടും IIT വിമിഷ്ടം കാണിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന കുട്ടി IIT-യിൽ തന്നെ ജോയിൻ ചെയ്തു, അതും കോടതിയുടെ വിധി പ്രകാരം. അങ്ങനെ ഒരു ചെറുതായിട്ടാണ് മനസ്സ് മാറിപ്പോയി. അതായത് ആ എൻട്രൻസ് തോൽപ്പിച്ചു അദ്ദേഹത്തിന്. IIT-യിൽ കിട്ടിയില്ല. ആ എൻട്രൻസ് കരുതിക്കൂട്ടി തോൽപ്പിച്ചു എന്നാണ് കേസ് സ്റ്റഡി പറയുന്നത്. IIT-യിൽ എന്നിട്ട് അഡ്മിഷൻ കിട്ടിയില്ല. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസിൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ശ്രീകാന്ത് ബൊല്ല IIT കാണാതെ പടിയിറങ്ങാൻ. ആ എൻട്രൻസിൽ പാസ്സായില്ല. സത്യത്തിൽ പാസ്സായി എന്ന് ശ്രീകാന്ത് ബൊല്ലക്ക് തോന്നിയെങ്കിലും ഇങ്ങനെ ഇതില്ലാത്ത അഥവാ കണ്ണ് കാണാത്ത ഒരാളെ IIT ക്യാമ്പസിലൂടെ നടത്താൻ IIT-ക്കാർ പോലും സമ്മതിച്ചില്ല. കോടതിയുടെ പിന്നെയുമുള്ള ഇടപെടൽ, അവസാനം പിന്നീട് പ്രതിവാദങ്ങൾ എല്ലാമായി ഒരുപാട് കയറിയിറങ്ങിയെങ്കിലും ശ്രീകാന്ത് ബൊല്ല സങ്കടത്തോടെ വീട്ടിലിരുന്നു. അങ്ങനെയാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ സഹായത്തോടു കൂടി ശ്രീകാന്ത് ബൊല്ല
ഒരു മെയിൽ അയക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് IIT ആണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജ് അത് MIT ആണ്, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അത് അമേരിക്കയിലാണ്. ആ MITക്ക് ഒരു ലെറ്റർ അയക്കുകയാണ്. ശ്രീകാന്ത് ബല്ല അയച്ച ലെറ്റർ, ഞാൻ ജന്മന ഇങ്ങനെയാണ്, ഞങ്ങളുടെ IITയിൽ സീറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ലോകത്തിൻ്റെ IIT എന്നറിയപ്പെടുന്ന MITയിൽ എനിക്കൊരു സീറ്റ് തരുമോ എന്ന റിക്വസ്റ്റാണ്. അങ്ങനെ MIT, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഈ ശ്രീകാന്ത് ബല്ലക്ക് സീറ്റ് അനുവദിക്കാം. ശ്രീകാന്ത് ബല്ല അങ്ങനെ MITയിൽ, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എഞ്ചിനീയർ ബിരുദം കഴിഞ്ഞ് അതിൻ്റെ ഉപരിപഠനവും കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം കണ്ണ് കാണാത്ത ആളുകൾക്ക് വേണ്ടി വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുകയാണ്. ഞാൻ തുടങ്ങുന്ന കമ്പനിയിൽ 80% ആളുകളും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ കണ്ണ് കാണാത്ത ആളുകളായിരിക്കുമെന്ന് അദ്ദേഹം ആ പ്രൊജക്റ്റിൽ എഴുതി വെച്ചു. 20% ആളുകൾ മാത്രമേ കണ്ണ് കാണുന്നവരുണ്ടാകാൻ പാടുള്ളൂ എന്നും, കണ്ണ് കാണാത്തവരങ്ങനെ മോശക്കാരല്ല എന്നും, കണ്ണ് കാണാത്തവർക്ക് കണ്ണ് കാണുന്നവരെക്കാൾ വലിയ ശേഷിയുണ്ടെന്നും അതിനേക്കാൾ വലിയ കരുത്തുണ്ടെന്നും ജീവിതത്തിലൂടെ തെളിയിച്ചിട്ടുള്ള ശ്രീകാന്ത് ബല്ല വലിയ ഒരു കമ്പനി തുടങ്ങുകയാണ്. ആ കമ്പനിയിലേക്ക് ആയിരക്കണക്കിന് കോടികൾ ആവശ്യമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് കോടികൾ. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ശ്രീകാന്ത് ബല്ല എന്ത് ചെയ്തു? ആ പ്രൊജക്റ്റും കൊണ്ട് സാക്ഷാൽ രത്തൻ ടാറ്റയെ സമീപിക്കുകയാണ്. രത്തൻ ടാറ്റ ഈ അടുത്തിടെ നമ്മളോട് ഇവിടെ പറഞ്ഞു പോയ ഇന്ത്യയിലെ മഹാരഥനായ മനുഷ്യനായിരുന്നു രത്തൻ ടാറ്റ. രത്തൻ ടാറ്റ ശ്രീകാന്ത് ബല്ലക്ക് 10,000 കോടികളാണ് ആ പ്രൊജക്റ്റിന് വേണ്ടി കൊടുത്തതും. ഇന്ന് ശ്രീകാന്ത് ബല്ലയുടെ ആ ഒരു വലിയ കമ്പനിയിൽ ഏകദേശം 1000 ആളുകൾ ജോലി ചെയ്യുന്ന 10,000 കോടികൾ ആസ്തിയുള്ള കമ്പനിയിൽ 70%-ലേറെയും കണ്ണ് കാണാത്ത ആളുകളെ സ്റ്റാഫുകളാക്കി വെച്ചുകൊണ്ട് ശ്രീകാന്ത് ബല്ല അതിമനോഹരമായ കമ്പനി റൺ ചെയ്യാൻ. ഇത് അദ്ദേഹം തന്നെ ഈ ലോകത്തോട് തുറന്നു പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രത്തൻ ടാറ്റ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോഴാണ്. ഞാൻ അങ്ങനെയാണ് ഇത് അറിയുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ശ്രീകാന്ത് ബല്ലയെ അറിയുന്നത് തന്നെ രത്തൻ ടാറ്റ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോഴാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീകാന്ത് ബല്ല എന്ന് പറയുന്ന നമ്മളെപ്പോലെ പച്ചയായി കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ ഏറ്റെടുക്കാനുണ്ടായപ്പോൾ ആളുകൾക്ക് എത്താൻ പറ്റാത്ത MITയിൽ നിന്നൊരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് തന്നെ ആളുകൾ എത്തൽ വളരെ കുറവാണ്. പക്ഷെ ആ സംസ്ഥാനത്ത് നിന്ന് അതിസമർത്ഥമായി ശ്രീകാന്ത് ബല്ല അവിടെ എത്തി പഠിക്കുകയും ലോകത്തിൽ അറിയപ്പെട്ട കമ്പനിയുടെ CEO ആയി, ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി മാറുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ആയിരക്കണക്കിന് ആളുകളെ ജോലിക്ക് വെക്കുകയും അതിൻ്റെ എല്ലാം സാരഥിയായി അദ്ദേഹം മാറുകയും ചെയ്തതിൻ്റെ പിന്നിൽ ഒരാളുടെ ഏറ്റെടുക്കലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കിനാവുകളുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിന് ഒരു കരുത്തുണ്ടായി കഴിഞ്ഞാൽ ഏത് ഇല്ലായ്മയിൽ നിന്നും വളർന്നു വരാൻ നമുക്ക് പറ്റും. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വരാൻ ഓരോ ആളുകൾക്കും സാധിക്കും. കാരണം സമ്പത്ത് കൊണ്ടല്ല ബുദ്ധിയെ നമ്മൾ അളക്കേണ്ടത്. കാരണം ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് ഉയരാൻ സമ്പത്തില്ലാത്തവർക്കേ സാധിക്കൂ, ബുദ്ധിയുള്ളവർക്ക് മാത്രമേ പറ്റൂ. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്നറിയപ്പെടുന്ന IAS അല്ലെങ്കിൽ സിവിൽ സർവീസിലെ ഏത് എക്സാമിനേഷനും, സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നാണ് പറയുക, UPSC, CSE. UPSCയുടെ ഏറ്റവും ടോപ്പ് എക്സാമിനേഷനാണ് CSE, സിവിൽ സർവീസ് എക്സാമിനേഷൻ. അത് പാസ്സാകാൻ നമ്മുടെ വാപ്പയുടെ കയ്യിൽ 1000 കോടി ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം അതിന് നമുക്ക് പഠിക്കാനുള്ള ബുദ്ധി തന്നെ വേണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1000 കോടി കയ്യിൽ ഉണ്ടായത് കൊണ്ട് ഒരാൾക്ക് സിവിൽ സർവീസുകാരനാകാൻ കഴിയില്ല. അതിൽ മാൽ പ്രാക്ടീസസ് ഒക്കെ നടത്താൻ വേണ്ടി നോക്കി അത് പിടിക്കപ്പെട്ടു, അതങ്ങനെ പോകുന്നു. ഞാൻ പറയുന്നത്, ഈ ലോകത്തിലെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ സമ്പത്തല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് നമ്മുടെ ബുദ്ധിശക്തിയെ ഉപയോഗിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ബുദ്ധി എമ്പാടും തന്നിട്ടുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കുന്നില്ലയോ എന്ന്. അഖ്ലു എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, തഅഖിലൂൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ യൂസ് ചെയ്യലാണ്, അല്ലാതെ ചിന്തിക്കുക എന്ന് മാത്രമല്ല. ചിന്തിക്കുക എന്ന ചെറിയ വാക്കല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കുന്നില്ലയോ എന്നാണ്. അഥവാ നമുക്ക് തന്നിട്ടുള്ള ബുദ്ധിയെ ഉപയോഗിക്കുന്നില്ലയോ. ഇപ്പോഴും ഇറങ്ങിയിട്ടുള്ള ഓരോ ChatGPTയുടെ കോഡുകളായാലും, അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ വലിയ ഇവിടുത്തെ റോബോട്ടുകളായാലും, അതിൻ്റെ അപ്പുറത്തേക്ക് AI-യുടെ കുറേ ഫങ്ഷൻസ് ആയാലും, മനുഷ്യനാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. മനുഷ്യനാണ് അത്രയും വലിയ ബുദ്ധിയുള്ളത്. ആ മനുഷ്യൻ ഉണ്ടാക്കുന്നതാ ഇതൊക്കെയും, അല്ലാതെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നൊന്നുമല്ല. മനുഷ്യൻ എത്രമാത്രം ബുദ്ധിശക്തി പഠിത്തം തന്നിട്ടുണ്ട്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചില ചിന്താഗതികൾ മാറണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും ചിന്താഗതികൾ മാറിയാലാണ് നമുക്ക് നമ്മുടെ ബുദ്ധിയെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും.
അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അപാരമായ ശേഷികൾ കൈവരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസിനെ വലുതാക്കാൻ നമുക്ക് നോക്കണം. ഞാനിവിടെ മുസ്തഫ സാറിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല, സാധാരണ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊന്നും സാധിക്കാത്തതാണ് മുസ്തഫ സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്തഫ സാർ ചെയ്ത് ഇവർക്ക് ഒരു പ്രത്യേകമായൊരു ശേഷിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഭിന്നശേഷി എന്നൊക്കെ പറയുന്നത്. ഭിന്നമായ ശേഷികളാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കണ്ണൂരുകാരൻ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രിയപ്പെട്ട റാഷിദ് ഭായ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ, മാഷാ അല്ലാഹ്. റാഷിദ് ഭായ് ഒരു പ്രത്യേക, ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, റാഷിദ് ഭായിൻ്റെ ഹജ്ജിന് ക്ലാസ് എടുക്കും. റാഷിദ് ഭായ് അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 7 ഹജ്ജും ചെയ്തിട്ടുണ്ട് അല്ലേ? 7 ഹജ്ജ് ചെയ്ത് അല്ലേ? 7 ഹജ്ജും ചെയ്തിട്ടുണ്ട് റാഷിദ് ഭായ്. റാഷിദ് ഭായ് ഇങ്ങനെ ഹജ്ജിന് ക്ലാസ് എടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കും. ക്ലാസ് എടുക്കുന്ന ആൾക്കാർ നോക്കും, സത്യത്തിൽ ഇയാൾ കണ്ണ് കാണാതെയാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം അവിടെയുള്ള ഓരോ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെ കാണുന്നത് പോലെ അവതരിപ്പിക്കും. ഹിജർ ഇസ്മായിലിൻ്റെ അവിടെയുള്ള പച്ചലൈറ്റ്, അവിടെ വളഞ്ഞു നിൽക്കുന്ന സാധനങ്ങൾ, അതേപോലെ തന്നെ പച്ചലൈറ്റ് എന്ന് തുടങ്ങണം എന്നുള്ള വാക്കുകൾ, അവിടെ ചെല്ലേണ്ട പ്രാർത്ഥനകൾ, അവിടെ നമ്മൾ ചെല്ലേണ്ടുന്ന കാര്യങ്ങൾ, ഓരോ റുക്കിലും എത്തുന്ന സമയത്ത് ചെല്ലേണ്ട കാര്യങ്ങൾ, അവിടെ വെള്ള മാർബിളായിരിക്കും ഉണ്ടാവുക, അവിടെ കറുത്തൊരു അടയാളം ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. അപ്പൊ കേൾക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ, എനിക്കറിയാം ഹജ്ജ് ക്ലാസ് എവിടെ എടുക്കാന്നറിയോ? ഹജ്ജ് ക്യാമ്പില്, സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഹജ്ജ് ക്യാമ്പിൽ ഹജ്ജ് ക്ലാസ് എടുത്തിരുന്നു പ്രിയപ്പെട്ട റാഷിദ് ഭായ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ഒരിക്കൽ ഇതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന് കുറേ പടികളാണ്. അപ്പൊ ഞാൻ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞ് നോക്കി നടക്കാൻ റാഷിദ് ഭായ് എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചപ്പോൾ എന്നോട് പറയാണ്, ഇവിടെ ഏകദേശം 86 പടികളുണ്ട്, അത് പിന്നെ 77 കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിയണം. ഇങ്ങനെ പറഞ്ഞു തരും. കാരണം നമ്മളെക്കാളും ശേഷിയാണ് ഈ കാര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക്. നമ്മൾ വിചാരിക്കും ഇവർക്ക് വലിയ ഇതൊന്നുമില്ല. നമ്മളെക്കാൾ ഒരു പ്രത്യേകമായ തൃക്കണ്ണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 3 കണ്ണും തന്നിട്ടുണ്ട്, 3 കാതും തന്നിട്ടുണ്ട്, 3 അവസ്ഥകൾ എല്ലാറ്റിനും തന്നിട്ടുണ്ട്. അത് ഉലമാക്കൾ വിശദീകരിക്കേണ്ടതാണ്. ഞാൻ അതിനെപ്പറ്റി ചെറുതായി ഒന്ന് പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഐനുൽ ജസദ്, ഐനുൽ ഖൽബ്, ഐനുർ റൂഹ് എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്താണ് ഈ പറഞ്ഞതിന്റെ കാര്യം? മനുഷ്യന്റെ ജസദ്, കൽബ്, അതേപോലെ തന്നെ റൂഹ്, അതിൻ്റെ ഇടയിൽ പിന്നെ സിറുണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. അപ്പൊ ജസദ് അല്ലെങ്കിൽ ജിസ്മു എന്ന് പറഞ്ഞ ശരീരമാണ്. ആ ശരീരത്തിനൊരു കണ്ണുണ്ട്, പക്ഷെ അതിനേക്കാൾ ശക്തമായ കണ്ണ് ഹൃദയത്തിനുണ്ട്. ഹൃദയത്തിനുള്ളതിനേക്കാൾ ശക്തമായ കണ്ണ് ആത്മാവിനുണ്ട്. അപ്പൊ ഹൃദയത്തിന്റെ കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും കുറവുണ്ട് എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരിക്കലും നമ്മൾ കുറവുകാരല്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്നവരാണ്. നമ്മളെപ്പോഴും കേൾക്കാനുള്ള ഒരു സംഭവമാണ്, പ്രിയപ്പെട്ടവരുടെ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റൊന്ന് ഇരിക്കുക. പ്രയാസമില്ലെങ്കിൽ പ്രായം ചെന്നവർ അവിടെ തന്നെ ഇരുന്നോളിട്ടോ. ഉലമാക്കൾ അവിടെ ഇരുന്നോളിയും, പ്രായം ചെന്നവർ ഇരുന്നോളിയും, ബാക്കിയുള്ളവരൊന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് കൈയൊക്കെ കൊടുത്ത് ഇരുന്നാൽ നന്നാവും തോന്നുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായതുകൊണ്ട് ചെറിയ ഉറക്കം വരും, നമുക്ക് ക്ഷീണമൊക്കെ ആണല്ലോ, അതുകൊണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയൊക്കെ കൊടുത്തൊന്ന് ഇരുന്നാട്ടെ ഇൻഷാ അല്ലാ. മാഷാ അല്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു എവിടെ വെച്ചാണ് വഫാത്തായത് എന്ന് അറിയുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ. എല്ലാവരും അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു തആലയുടെ സംഭവങ്ങൾ അറിയും. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല ഈ ലോകത്തോട് വിട പറഞ്ഞത് എവിടെ വെച്ചിട്ടാണെന്ന് ആരെങ്കിലും ഒന്ന് പറയോ? ഒന്ന് കൈപൊക്കിയാട്ടെ. ഉലമാക്കൾക്ക് അറിയട്ടെ, അവര് കൈപൊക്കണ്ട. ഇൻഷാ അല്ലാഹ് വേറുള്ളവരൊന്ന് പറഞ്ഞട്ടെ. കണ്ണ് കാണാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായ സഹാബി എവിടെ വെച്ചിട്ടാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്? ആർക്കെങ്കിലും അറിയോ? അറിയണവരൊന്ന് കൈപൊക്കി. കുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ വക 500 രൂപ ഞാൻ സംഭാവന തരും. എവിടെ വെച്ചിട്ടാന്ന് പറയണം. നേരെ മുമ്പിലിരിക്കുന്ന ഉലമാക്കളോട് ചോദിക്കരുത്. മറ്റേ നീലക്കുപ്പായക്കാരെ എണീറ്റ് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിക്കാന്, അങ്ങനെ ചോദിക്കരുത്. ആർക്കെങ്കിലും അറിയോ? 500 രൂപ ഇപ്പൊ പോകട്ടോ. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുന്നത് ഖാദിസിയ്യ സമരത്തിൽ വെച്ചിട്ടാണ്. സമരമുഖത്തേക്ക് പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും കൂടെ പോരട്ടെ? ആ സമയത്ത് സൈന്യവ്യൂഹങ്ങളെ തയ്യാറാക്കാൻ രാഷ്ട്രവും തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാവും.
ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ നമ്മളെല്ലാവരും ഇന്ത്യയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ. രാജ്യസ്നേഹം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും പാട്രിയോട്ടിക് ആവണം. പാട്രിയോട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാജ്യസ്നേഹികളായി മാറണം എന്നതാണ്. അപ്പൊ മറ്റുള്ള രാജ്യക്കാരുമായിട്ട് ഇന്ത്യ മുട്ടുന്ന സമയത്ത് നമ്മൾ ഉറപ്പായി നിൽക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം, അഥവാ ഇന്ത്യയുടെ കൂടെ ആയിരിക്കണം. യാതൊരു സംശയവും നമുക്കില്ല. ഞാനിവിടെ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത്. എന്നാലൊരു കാര്യം പറഞ്ഞോട്ടെ. രാഷ്ട്രീയമല്ല, എന്നാലും ഒരു സംഭവം പറയാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ച സമയം നിങ്ങൾക്കറിയാലോ എന്നാ രൂപീകരിച്ചതെന്ന്. അത് രൂപീകരിച്ചത് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ഭാഗവും പാലക്കാട്ടിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ, കോഴിക്കോട്ട് നിന്ന് കുറച്ച് ഭാഗം കൂടി എടുത്തിട്ടാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ സർക്കാർ, ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന്റെ ആദ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി, അവരുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അന്ന് വളരെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം കേരളക്കരയിൽ വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഇവിടെയുള്ള ഈ കേരളത്തിന്റെ ഭാഗത്ത്, കേരളത്തിന്റെ പരപ്പനങ്ങാടിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ താനൂരിന്റെ ഭാഗത്ത്, അഥവാ മലപ്പുറം ജില്ലയുടെ ഓരത്ത് ചേർന്ന് നിൽക്കുന്ന കടലോര പ്രദേശത്ത് ഇനിയൊരു പക്ഷേ പാകിസ്ഥാന്റെ കപ്പലിറങ്ങും. അന്ന് ബംഗ്ലാദേശ് രൂപീകരിച്ചിട്ടില്ല, ബംഗ്ലാദേശ് പിന്നുണ്ടായതാണ്. അപ്പോ ഞാൻ പറയുന്നത് ഈ കാണുന്ന പാകിസ്ഥാന്റെ കപ്പലിറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പാകിസ്ഥാൻ ഉണ്ടായ സമയത്ത് ബംഗ്ലാദേശില്ലേ, പാകിസ്ഥാന് ശേഷം ബംഗ്ലാദേശ് ഉണ്ടായത്. ഇനി പാകിസ്ഥാന്റെ കപ്പലിറങ്ങും എന്ന് പറയാം. ആ സമയത്ത് അന്ന് നിങ്ങളുടെ കോഴിക്കോട്ടുകാരനായ ആളുകൾ കോയ എന്ന് വിളിച്ചിട്ട് കളിയാക്കിയിരുന്ന ഒരു പാവം മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് ദിവസങ്ങളെങ്കിലും മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞ വാക്കെന്താണെന്നോ? CH മുഹമ്മദ് കോയ സാഹിബ്, എങ്ങാനും പാകിസ്ഥാന്റെ കപ്പല് ഈ പറയുന്ന പരപ്പനങ്ങാടിയിലോ താനൂരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രദേശത്തോ വന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെ പോലും കൊണ്ട് വിടേണ്ടതില്ല. കോയയുടെ മക്കൾ താനൂരിന്റെ കടലിൽ പാകിസ്ഥാന്റെ കപ്പൽ ആഴ്ത്തിയിരിക്കുമെന്നതാണ്. ആ ഒരു ശക്തിയും ആർജവും നമുക്കും ഉണ്ടാവുക എന്നതാണ്. രാജ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എതിരിടാൻ വേണ്ടി വന്നാൽ രാജ്യത്തോടൊപ്പം നമ്മൾ ഉണ്ടാവുക എന്നത്. ഞാൻ ഇവിടെ പറയുന്നത് വേറൊരു കാര്യമാണ്. അഥവാ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മുട്ടുകയാണ്, അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ മുട്ടാൻ പോവാൻ. ആ ഒരു സമരമുഖത്തേക്ക് ഈ കണ്ണ് കാണാത്ത ഈ പാവം സഹാബി വന്നിട്ട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞാനും പോരട്ടെ എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ വരേണ്ടതില്ല, ഇത് അങ്ങനത്തെ ഒരു സമരമുഖമാണ്, അതുകൊണ്ട് അതിലേക്ക് വരരുത് എന്ന്. അത് ഖലീഫയുടെ കാലഘട്ടത്തിലാണെന്ന് രണ്ടിങ്ങനെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ താരീഖിൽ കാണുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഉമർ റളിയല്ലാഹു തആലയോട് ചോദിച്ചത് എന്ന് ചരിത്രം മറ്റൊരു ഭാഗത്ത് പറയുന്നു. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ റസൂലുള്ളാഹി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിലേക്ക് വരേണ്ടതില്ല എന്ന് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു എന്നും ചരിത്രത്തിൽ കാണുന്നു. ഏതായിരുന്നാലും ശരി, അതിലേക്ക് പോകുന്ന സമയത്ത് പിന്നെയും ചോദിച്ചു ഖലീഫ ഉമർ റളിയല്ലാഹു തആലയോട്, ഞാൻ പോരട്ടെ എന്ന്. ആ സമയത്ത് പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോന്നോളൂ എന്നൊരു ചെറിയ അനുവാദം കൊടുത്തു. അങ്ങനെ ലിവാ പിടിക്കാനുള്ള അനുവാദമാണ് കൊടുത്തത്. കൊടി പിടിക്കാൻ മാത്രം, സമരമുഖത്തേക്ക് നിങ്ങൾ വരരുത്, കൊടി മാത്രം പിടിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കണമെന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു. ആ കൊടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശത്രുക്കളായ ആളുകൾ വന്ന് വെട്ടിത്തുരത്താൻ തുടങ്ങി. കാരണം കൊടി വീണാൽ പിന്നെ സൈന്യങ്ങൾ ഛിന്ന ഭിന്നമാകുമെന്നും അതുകൊണ്ട് ഒരിക്കലും ആ കൊടി അങ്ങനെ നിർത്താൻ സാധിപ്പിക്കരുത് എന്നുമായിരുന്നു ഇവരുടെ ചിന്തയുണ്ടായിരുന്നത്. പാവം അന്ധനായ ഈ കണ്ണ് കാണാത്ത സഹാബിയെ വന്നിട്ട് തലങ്ങും വലങ്ങും വെട്ടാൻ തുടങ്ങി. ഇത് ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ നടന്നതാണ് എന്നാണ് ചരിത്രം കൂടുതൽ വിവക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ആ സമയത്ത് രണ്ട് കൈകളറ്റപ്പോ രണ്ട് കൈയിന്റെ ഭുജങ്ങളെ കൊണ്ട് ആ കൊടി ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നു. എന്നാലും ഈ കൊടിയെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭുജങ്ങൾ ഒതുക്കിയിട്ട് ഇങ്ങനെ രണ്ട് കൈയും ഇവിടെ നറ്റുപോയിട്ടുണ്ട്, രണ്ട് കൈയിന്റെ ഈ കാണുന്ന ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ തന്നെ നിന്നു. അവസാനം എല്ലാവരും വന്ന് വെട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഖലീഫ ഉമർ റളിയല്ലാഹു തആല പോയിട്ട് ഓരോ മയ്യത്തുകളും എടുത്തു നോക്കുമ്പോ അതിലുണ്ട് രണ്ട് ഭുജത്തിലും ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തിട്ടുള്ള കൊടി. ആ കൊടി പിന്നീട് പാരമ്പര്യമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലയിലേക്ക് വന്ന കൊടി രണ്ട് ഭുജങ്ങളെ കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൊടി വിടാതെ കിടക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണെന്നറിയോ? ഇത്രയും അചഞ്ചലമായ വിശ്വാസത്തിലും വിശ്വാസയുടെ ദീനിനു വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെ നമ്മൾ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി ഒതുക്കണ്ട. ഇത് സംഭവം എന്താണെന്നറിയോ? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ നടന്നൊരു യുദ്ധത്തിന്റെ മുഖത്തിൽ സംഭവിച്ചതാണ്. ശത്രുപക്ഷങ്ങൾ വളരെ മോശമായി അങ്ങനെ പെരുമാറിയത് കൊണ്ടായിരുന്നു ആ സമരമുഖത്തേക്ക് പോകേണ്ടി വന്നത്. അത് ചരിത്രത്തിന്റെ ഭാഗമായി അവിടെ കിടക്കട്ടെ. ഇതേ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി പുറപ്പെടുകയാണ്. അപ്പൊ അവിടെ ഒരു സംഭവം ഉണ്ടായി. സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കുറച്ച് VIP ആളുകൾ വന്നു.
വെരി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് പീപ്പിൾ എന്ത് പറഞ്ഞാലും ശരി, അങ്ങനെയുള്ള VIP-കളായ ആളുകൾ വന്നിട്ട് പറഞ്ഞു, പേനരിക്കുന്ന ബിലാലിനെ നിങ്ങൾ ഒഴിവാക്കുക, പാവങ്ങളുടെ കൂടെ നടക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. പേനരിക്കുന്ന ബിലാൽ എന്നാണ് അവർ കളിയാക്കിയത്. കറുത്ത് കാപ്പിരി പോലെ അറബികൾക്കിടയിൽ നടക്കാൻ പറ്റാത്ത വെറും എന്തായിട്ടുള്ള അടിമയായ ഈ പറയുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ചേർക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എനിക്ക് എന്റെ മാതാപിതാക്കളിൽ നിന്നോ മനുഷ്യരാശിയിൽ നിന്നോ മുത്തം കിട്ടിയത് എനിക്ക് ഓർമ്മയില്ല. എന്റെ തിരുനെറ്റിയിൽ ഞാൻ വലുതായതിനു ശേഷം ആദ്യമായി ചുംബിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞാൻ കാണാൻ ഭയങ്കര വികൃതനായിരുന്നു, ചുണ്ട് ഭയങ്കരമായിട്ട് തടിച്ചതും അതോടൊപ്പം കാപ്പിനി പോലെയുള്ള മുടിയും കറുത്ത ശരീരവും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല നടന്നിരുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നെ ആദ്യമായി വലുതായതിനു ശേഷം ചുംബിച്ചത് ഞാൻ ഓർമ്മിക്കുന്നത് എന്ന് ബിലാൽ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. ഇതേ ബിലാൽ റളിയല്ലാഹു തആല എന്താക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയിട്ട് പറയാണ്, മറ്റുള്ളവർ പറയാണ്, പേനരിക്കുന്ന ബിലാലിനെ ഒഴിവാക്ക്, പേനരിക്കുന്ന ബിലാലിനെ ഒഴിവാക്ക്. എന്നിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളോട് സംസാരിക്ക്, ഖുറൈശികളോട് സംസാരിക്ക്, ഹാഷിമുകളോട് സംസാരിക്ക്. ഇങ്ങനെ ഓരോരുത്തരും വന്ന് പറയാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി, അങ്ങനെയെങ്കിലും എൻ്റെ വാക്കുകളെ ഇവരൊന്ന് കേൾക്കട്ടെ എന്ന്, അങ്ങനെയെങ്കിലും ഇവർ എൻ്റെ വാക്കൊന്ന് കേൾക്കട്ടെ എന്ന് ആ തോന്നല്. അങ്ങനെ അലി റളിയല്ലാഹു തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കാവൽ നിൽക്കണം, അതുകൊണ്ട് ഞാൻ ഇവരോട് സംസാരിക്കാമെന്ന്. അങ്ങനെ പ്രഗത്ഭരും പ്രശസ്തരുമായ ആളുകളോട് സംസാരിക്കാൻ വേണ്ടി വിശ്വാസം ഇരിക്കുകയാണ്. അങ്ങനെ കിർത്താസിൽ കടലാസിൽ അവർ എഴുതി വെച്ചു, ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരാളും ഇങ്ങോട്ട് കയറി വരില്ല എന്ന്, ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് ആരും കയറി വരില്ല എന്ന്. അങ്ങനെ കയറി വരില്ല എന്ന് ഒപ്പുവെച്ചത് കൊണ്ട് അലി റളിയല്ലാഹു തന്നെ കാവൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും എന്തായി അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഉസാസമയെ കാണാൻ വന്നവരൊക്കെ പോവാൻ. ആ സമയത്താണ് വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ഈ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു മെല്ലെ മെല്ലെ ഇങ്ങനെ വരുന്നത്. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണ്, അല്ലമനി യാ റസൂലല്ലാഹ് കമാ അല്ലംത റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ പഠിപ്പിച്ച കാര്യം എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരീൻ. എൻ്റെ റബ്ബ് നിങ്ങളെ പഠിപ്പിച്ച കാര്യം എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരീൻ. അല്ലമനി യാ റസൂലല്ലാഹ് കമാ അല്ലംത റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ പഠിപ്പിച്ചത് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരീൻ. ഇങ്ങനെ ശബ്ദമിട്ടുകൊണ്ട് വടി ഇങ്ങനെ കുത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു തആല തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇപ്പോൾ പ്രധാനികളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ പ്രധാനികളോട് സംസാരിക്കുന്നുണ്ട്, ആരോട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തന്നെ പറഞ്ഞു, എനിക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് വന്നതാണ് കേട്ടോ, ശ്വാസമനോട് പറയണം, എൻ്റെ ശബ്ദം അരോചകമായെങ്കിൽ അത് പറയണം എന്ന് പറഞ്ഞിട്ട് മെല്ലെ മുഖം തിരിച്ചുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് ആയത്തിറക്കി, അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ, അന്ധനായ മനുഷ്യൻ ദാ നിങ്ങളെ തേടി വന്നപ്പോൾ നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞില്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഭയപ്പെട്ട് എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന കിർത്താസ് അഥവാ കടലാസ് ഈ കീറിക്കളഞ്ഞ് എന്നിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കരാർ അവസാനിച്ചിരിക്കുന്നു, എൻ്റെ അല്ലാഹു എന്നോട് കോപിച്ചിരിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോവുക. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എവിടെ, വിളിക്കുന്നവരെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സഹോദരിമാരെ സഹോദരന്മാരെ, നമ്മളാരും വിചാരിക്കണ്ട വലിയ വലിയ VIP-കളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ VIP-കൾ എന്ന്, സമ്പത്തുള്ളവരാണ് ഏറ്റവും ടോപ്പ് എന്ന്, വലിയ വലിയ ആൾക്കാരാണ് ഏറ്റവും ടോപ്പ് എന്ന്. അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ടോപ്പ് ആരാന്നറിയോ? ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ പരിമിതികൾ നമുക്ക് തരുന്നത്. ആ പരിമിതികൾ നമ്മൾ ക്ഷമിക്കുകയും നമ്മൾ മറ്റുള്ള അവസ്ഥയിൽ ഉയരാൻ വേണ്ടി ശ്രമിക്കുകയും അള്ളാഹുവിലേക്ക് സമ്പൂർണ്ണമായി തിരികുകയും ചെയ്താൽ അള്ളാഹു എങ്ങോട്ടാണ് നമ്മളെ ഉയർത്തുക എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും നമ്മൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോക ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അഥവാ ഒരു ആയത്ത് തന്നെ, ഒരു സൂറത്ത് തുടങ്ങുന്നത് തന്നെ അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ കാരണക്കാരനായ സഹാബിയുടെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. നമുക്കിവിടെ ഓർഫൻസ് എന്ന് ആളുകൾ വിളിക്കുന്ന, ഓർഫൻസ് എന്ന ആൾക്കാർ വിളിക്കുന്ന, യതീമുകൾ എന്ന ആൾക്കാർ വിളിക്കുന്ന ആളുകൾ ഒരിക്കലും തോന്നരുത് നമുക്കാരുമില്ല എന്നുള്ള തോന്നൽ. ഞാനിവിടുത്തെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാം, നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പക്ഷെ അള്ളാഹു ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഒറ്റക്ക് കൊണ്ടു ചെന്നാക്കിയിട്ടുണ്ട്. നമുക്കറിയാലോ, ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണ്.
അതിൻ്റെ ഒരു ആംഗിൾ പറയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്ക് സ്വന്തം ഭാര്യയെയും മകനെയും അള്ളാഹുവിൻ്റെ വിധി പ്രകാരം ഒരു സ്ഥലത്ത് കൊണ്ടുചെന്നാക്കുകയാണ്. കൊടും പാറക്കെട്ടുകൾക്കിടയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈ പാറക്കെട്ടുകൾക്കിടയിൽ കൊണ്ട് ചെന്നാക്കുന്ന സമയത്ത് അവിടേക്ക് ആളുകൾ വരുമെന്നോ ഭാവിയിൽ ഇന്നത് സംഭവിക്കുന്നോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് അവിടെ കൊണ്ട് ചെന്നാക്കുകയാണ്. ആ സമയത്ത് ബേജാറോട് കൂടിയിട്ട് ഹാജറ ബീവി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലാഹി അമറക്കി ഹാദാ, എൻ്റെ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ ഇത്? അവിടെ ഒരു പ്രത്യേക നീട്ടലുണ്ട്. അത് കാര്യങ്ങളായ ആളുകളോട് ചോദിച്ചാൽ അറിയാം. ആ നീട്ടൽ അവിടെ നീട്ടിയില്ലെങ്കിൽ പറ്റില്ല. അല്ലാ എന്ന് പറഞ്ഞിട്ടല്ല, ആ എന്ന് പറഞ്ഞൊരു ചോദ്യമാണ്, ഒരു അങ്കലാപ്പിന്റെ ചോദ്യമാണ് അവിടെ ഹാജറ ബീവി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്നെയും എൻ്റെ മകനെയും ഇവിടെ ഇട്ടേച്ചു പോകാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ എന്ന് ചോദിക്കാണ്. ആ സമയത്ത് അതേ എന്നുള്ള ആംഗ്യം കാണിക്കുമ്പോഴേക്ക്, എങ്കിൽ എനിക്ക് എൻ്റെ അള്ളാഹു മതി, ഇനി എനിക്കാരില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് സ്വന്തം ഭർത്താവ് നകലുമ്പോൾ എന്നാണ് വരിക എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിൽ പോലും ഒറ്റക്കാക്കിയിട്ട് പോകുപോലും അള്ളാഹുവിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞൊരവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥ നമുക്ക് വന്നാൽ പോലും അള്ളാഹുവിലേക്കാണ് നമ്മൾ സമ്പൂർണ്ണമായിട്ട് തിരിയേണ്ടത്. ഇത് റമദാൻ മാസമാണ്. പൂർണ്ണമായും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്ന്, അള്ളാഹു നമ്മളോടൊപ്പമുണ്ടെന്ന്, അള്ളാഹു നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളാണെന്ന്, നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണെന്ന് നമ്മൾ തിരിച്ചറിയലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇപ്പം ചിലപ്പോൾ പിതാക്കന്മാരില്ലാതെ ഒറ്റക്ക് മക്കൾ നോക്കുന്ന പാവങ്ങളായ സഹോദരിമാർ ഈ കൂട്ടത്തിലുണ്ടാകും. അപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോകും, പിതാവില്ലെങ്കിൽ കുറച്ചൊക്കെ സങ്കടം തന്നെയല്ലേ, പ്രയാസങ്ങൾ തന്നെയല്ലേ. ഈ പിതാവ് പിന്നീട് ഇങ്ങനെ പോയിട്ട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്നു നോക്കി, ദൂരത്ത് നിന്ന് വന്നു നോക്കി പോകുന്നു എന്നതല്ലാതെ, അതും ചരിത്രത്തിൽ 2-3 പ്രാവശ്യം. പിന്നെ കാര്യമായിട്ട് വരുന്നത് നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം ഖുർആൻ നമ്മളോട് പറയുന്നത് പോലെ സ്വന്തം മകനെ ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന വന്നതുപോലെയാണ്. ഏതായിരുന്നാലും ആ സമയത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സമ്പൂർണ്ണമായിട്ട് തിരിയാണ്. ഉടനെ കഴുത്തൻ്റെ ദറുക്കൂ ബാപ്പ, ഉടയോൻ നമുക്ക് തുണയില്ലേ ബാപ്പ എന്ന് പറഞ്ഞിട്ട് വെറുതെ മലയാളത്തിൽ ഒരു പാട്ടിറങ്ങിയതല്ല. അത് അന്നത്തെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വാക്കുകളെ പിന്നീട് നമ്മൾ കാവ്യമാക്കി മാറ്റിയതാണ്. ആ പാട്ട് അങ്ങനെ വന്നതാണ്. എന്നിട്ടിങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോകുന്നു. അപ്പോഴൊക്കെ കരയുന്നു, പ്രയാസപ്പെടുന്നു. ആ ഇഷ്ടപ്പെട്ടതിനെ അള്ളാഹുവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ വരുമ്പോഴും അള്ളാഹു സംരക്ഷിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു ക്ഷമയുള്ളവനായി നിന്ന് തരാമെന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? ക്ഷമയുള്ളവനായി നിന്ന് തരാമെന്ന് പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ്. ആ സമയത്ത് പോലും ഞാനിതാ ക്ഷമയുള്ളവനായി നിന്ന് തരുമെന്ന് പറയുന്നത് ഒരു ഉമ്മ മാത്രം വളർത്തിയത് കൊണ്ടാണ്. ഒരു ഉമ്മയാണ് തെർബിയത്ത് കൊടുത്തത്, ഒരു ഉമ്മയാണ് തസ്കിയത്ത് കൊടുത്തത്. വാപ്പ ഏറ്റവും വലിയ ആളായി എന്നതുകൊണ്ട് ഒരു മകൻ വഴിപിഴക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ വഴിപിഴച്ചു പോകുമെന്നതിൻ്റെ ഉദാഹരണമാണ്. നഊദു ബില്ലാഹ്, അങ്ങനെ നമുക്ക് പറയാൻ പാടില്ലെങ്കിലും ഖുർആൻ ചരിത്രങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മകൻ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വിട്ടേക്ക് നൂഹെ, അവൻ നിങ്ങളിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആയത്തായിട്ട് പറയുന്നുണ്ട്. വർഷങ്ങളോളം പ്രബോധനം ചെയ്ത ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ എന്ന് വിശുദ്ധ ഖുർആൻ ദഅവത്തിന്റെ മാസ്റ്ററായിട്ട്, ദഅവത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള വലിയ പ്രവാചകനായിട്ട് അള്ളാഹു പറയുന്ന അതേ ആളുടെ മകൻ ഈ ലോകത്തോടെ ഇങ്ങനെ പോയതും ഖുർആൻ പറയുന്നുണ്ട്. ഒരു ഉമ്മ മാത്രം വളർത്തിയതിൻ്റെ പേരിൽ ആ മകൻ ഏറ്റവും വലിയ യശസ്സിലേക്ക് ഉയർന്ന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയായി മാറിയത് ഒരു മാതാവ് മാത്രം വളർത്തിയതിൻ്റെ പേരിൽ എന്തായി എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ആരുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ അള്ളാഹു ഉണ്ട് എന്ന ചിന്തയായിരിക്കണം ഉണ്ടാകേണ്ടത്. ആ അള്ളാഹു ഉണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാകുമ്പോൾ, അള്ളാഹു എനിക്ക് ഏറ്റവും ഉദാത്തമായി ഉണ്ട് എന്നുള്ള അവസ്ഥയുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലിങ്ങിനോ, ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ സോഷ്യൽ ആക്ടിവിസത്തിനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്കണോമിക്സുകാരൻ്റെ സാമ്പത്തിക ദൈക്ഷണികക്കോ ഒരിക്കലും പകരം വെക്കാൻ കഴിയില്ല. എനിക്കെൻ്റെ അള്ളാഹു ഉണ്ട് എന്ന ധാരണയാണ്. നഷ്ടപ്പെടുന്നതോ ആലോചിച്ചിട്ട് ഞാൻ എവിടെയോ ഏതോ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ കാറിൻ്റെ പിന്നിൽ അറിയാതെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ് ബാക്കോട്ട് എടുത്തതാണ്. ഒരു കല്യാണം പറയാൻ വന്ന ആള് ചതഞ്ഞരഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അന്നത്തെ ദിവസത്തിൽ ഈ മനുഷ്യൻ, ആ കാർ എടുത്ത മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം ഒരു വലിയ നേതാവിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഞാനങ്ങോട്ട് ചെന്ന സമയത്ത് എന്നെ അണഞ്ഞൂട്ടി പിടിച്ചിട്ട് പറഞ്ഞ വാക്ക്, ഇവരെന്നെ ഒരു ചീത്ത പോലും പറയുന്നില്ലല്ലോ,
ഇവരെന്നെ വഴക്ക് പോലും പറയുന്നില്ലല്ലോ, എൻ്റെ കാറ് തട്ടിയിട്ടാണല്ലോ ഈ കുട്ടി മരിച്ചത് എന്ന് ഈ മനുഷ്യൻ പറയാം. സഹോദരന്മാരെ, അള്ളാഹുവിലേക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ടായാൽ ഇതെല്ലാം അള്ളാഹു തിരിച്ചെടുത്തതാണെന്നും എൻ്റെ ഉത്തരവാദിത്വം വേറെയാണെന്നും എൻ്റെ ഉത്തരവാദിത്വം ഞാൻ പൂർത്തിയാക്കണമെന്നും ഒരു ചിന്ത ഓരോ മുസൽമാനും ഉണ്ടാകുന്ന സമയത്ത് നഷ്ടങ്ങളിൽ പോലും ദുഃഖമുണ്ടെങ്കിൽ പോലും അതിനെ കടിച്ചമർത്തി അള്ളാഹുവിലേക്ക് തിരിയാൻ ഈ മാതാപിതാക്കളെ പ്രാപ്തമാക്കിയതുപോലെ, അഥവാ അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനോട് അയാൾ അശ്രദ്ധമായി ചെയ്തതാണ്, അയാൾക്ക് ബൈ പറയാൻ ഇവരുണ്ടായിരുന്നു, പക്ഷേ ബാക്കിൽ ടയറിന്റെ ചുവട്ടിൽ 1.5 വയസ്സുള്ള കുട്ടിയിരിക്കുന്നത് ആരും കണ്ടില്ല. എന്നിട്ട് പോലും ആ മനുഷ്യനെ ഒന്ന് ചങ്കിൽ പിടിക്കാനോ എന്താ നിങ്ങൾ നോക്കിയില്ലേ എന്ന് ചോദിക്കാനോ ഒന്നിനും മുതിരാതെ ഞങ്ങളുടെ അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു എന്ന്, അതും 2 പെൺകുട്ടികൾക്ക് ശേഷമുണ്ടായ ഒരു കിടാക്കുഞ്ഞു എന്ന് പറയുന്നത് പോലെ, മലയാളത്തിൽ കിടാക്കുഞ്ഞു എന്ന് പറയല്ലോ, 2 പെൺകുട്ടികൾക്ക് ശേഷമുണ്ടായ ഒരു ആൺതരിയാണ്. ആ ആൺതരി എന്നേക്കുമായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടും ഞാൻ പറയാണ്, നമ്മൾ എത്ര ആളില്ലെന്ന് പറഞ്ഞാലും നമുക്ക് ഉയർന്നുയർന്ന് പോകാനുള്ള സാധ്യതകൾ അപാരമാണ്. എത്രയോ ഉയരങ്ങളില്ല. ഞാൻ ഇതൊരു വെറുതെ ഒരു മോട്ടിവേഷനായിട്ട് പറയല്ല. കാരണം ഇല്ലാത്തവരുണ്ടാകുമ്പോഴാണ് ഉള്ളവരെക്കാൾ മുകളിലേക്ക് എത്താൻ പറ്റുക. ഒന്നും കൂടി പറയാം. ഇപ്പോൾ സമ്പന്നരായ ആളുകളുടെ മക്കള് പിടുത്തത്തിൽ കിട്ടാതെ പോകുന്നു. അവരാണ് കൂടുതലും ഡ്രഗ്സിനും മറ്റുള്ളതിനൊക്കെ അടിമകളാക്കി പോകുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, കേസ് സ്റ്റഡീസ് നിങ്ങൾ എടുത്തു നോക്ക്. കാരണം പാവപ്പെട്ട ആളുകളുടെ മക്കള് സൗകര്യം കുറവായതുകൊണ്ട് ഡ്രീംസ് കൂടുതലായിരിക്കും. ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നത് വലിയൊരു ഡ്രീമായിരിക്കും. ഇംഗ്ലീഷ് കുറേശ്ശെ അറിയുന്ന ഒരാൾക്കാർക്ക് അത് വലിയ ഡ്രീമൊന്നും ആവില്ല. അറബിയിലെ അറബി കിതാബ് ഓതിയിട്ടുള്ള ആൾക്കാർ, കുറേ വർഷങ്ങൾ ഓതിയ ആൾക്കാരല്ലോ മക്കളെ ഈ കൂട്ടത്തിലിരിക്കുന്നു. അപ്പോൾ അവർ കിതാബ് ഓതിയിട്ട് ഇങ്ങനെ തഹ്സീലായി നിൽക്കുന്ന സമയത്ത് അവർ മുത്താലായ ചെയ്യുമ്പോൾ, തഹ്കീക്ക് ചെയ്യുമ്പോൾ അവർക്കതൊരു നിസ്സാരമായിട്ട് തോന്നും. നമുക്കതൊക്കെ ഒരു വലിയ കിനാവായിട്ട് തോന്നും. ഇല്ലായ്മയിലാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും നല്ലത് കിനാവുള്ള ഒരാളായി മാറുക. ഇംഗ്ലീഷ് പഠിക്കാൻ കിനാവുള്ള ഒരാൾ അപ്പാണ്ട് പഠിച്ചോളുന്നതാണ്. ഇതേപോലെ ഇല്ലായ്മയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു മനസ്സുണ്ടാവും. ആ മനസ്സിനെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഓരോ കുട്ടികളും അങ്ങനെയായിരിക്കണം, ഇല്ലായ്മയിൽ നിന്നും. ഇപ്പോൾ നാളെ കണ്ടില്ലേ നിങ്ങൾ, CA എക്സാമിനേഷൻ പാസ്സായിട്ടൊരു പെൺകുട്ടി ഓടുകയാണ്. ആ പെൺകുട്ടി ഓടി നടക്കുന്നത് CA എക്സാമിനേഷൻ പാസ്സായി എന്ന് പിതാവിനെ അറിയിക്കാനാണ്. വീട്ടിൽ ഓട്ടം കിട്ടായിട്ട്, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടിൽ നിൽക്കാൻ പറ്റായിട്ട് പിതാവിനും തേടിയിട്ട് റോട്ടിലേക്ക് ഓടുകയാണ്. റോട്ടിലേക്ക് ഓടിയിട്ട്, കാരണം CA എന്ന് പറഞ്ഞാൽ അത്ര ടഫായിട്ടുള്ളൊരു കോഴ്സാണ്. അത് പാസ്സായിട്ട് ആ പാവം അതിൻ്റെ റിപ്പോർട്ടും പിടിച്ചുകൊണ്ട് റോട്ടിൽ ഓടുകയാണ്. റോട്ടിൽ ഓടിയിട്ട് നമ്മൾ വിചാരിക്കണത് എന്താ, ഇത് ഏതോ വലിയൊരാളുടെ മോനാണെന്നാണ്. അങ്ങനെ എത്തുന്നത് ആരെടുക്കല? സൈക്കിളിൽ ചായ വെക്കുന്ന ഒരു പാവം മനുഷ്യൻ്റെ അരികിലേക്കാണ്. സൈക്കിൾ നടന്നിട്ട് 5 രൂപക്ക് ചായ വെക്കുന്ന മനുഷ്യൻ്റെ അരികിൽ വന്നിട്ട് ആ പെൺകുട്ടി കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ്. ഇല്ലായ്മയിൽ നിന്നുണ്ടായ കിനാവായിരുന്നു സത്യത്തിൽ ആ പറയുന്ന CA എന്ന് പറയുന്ന എക്സാമിനേഷൻ. സൈക്കിളിൽ ചായ 5 രൂപക്ക് വിറ്റ് നടക്കുന്ന ഒരു പാവം മനുഷ്യന്റെ മകള് പാസ്സായപ്പോൾ അയാളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ഈ കുട്ടിക്ക് തോന്നി. ഇനി അതൊരു സമ്പന്നന്റെ മോനാ നിങ്ങൾ വിചാരിക്കുക. ഞാൻ ഉദാഹരണം പറയാം. എല്ലാ കുട്ടികളും അങ്ങനെയല്ല കേട്ടോ, എല്ലാ സമ്പന്നരുടെ മക്കളും അങ്ങനെയല്ല. അവനിപ്പോൾ റിസൾട്ട് വന്നാൽ എന്തായിരിക്കും? ബാപ്പാക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഒക്കെ, ഹായ് ഡാഡ്, ഐ ജസ്റ്റ് പാസ്ഡ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടായേക്കും. വേറെ വലിയ കാര്യം ബാപ്പാനെ പോയിട്ട് കൂട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനും നിൽക്കൂല. കാരണം എന്താണെന്നറിയോ? ഈ സാധു 5 രൂപക്ക് ചായ വിറ്റിട്ട് കിട്ടുന്ന, ഡെയിലി കിട്ടുന്ന 300 രൂപയിൽ നിന്നും തനിക്കയച്ച ഫീസ് കൊണ്ടാണ് ഞാൻ പഠിച്ചത് എന്നും, അങ്ങനെ ഉയർന്നു പോയതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ അവസ്ഥയിലെത്തിയത് എന്നും, അങ്ങനെ അന്തം വിട്ടിട്ടാണ് ഞാൻ ഈ ഓടുന്നത് എന്ന് ഈ കുട്ടിക്ക് തോന്നുന്നത് കൊണ്ടാണ്. അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും തോന്നണം. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്, വീണ്ടും പറയുന്നതെന്ന് തോന്നുന്നില്ല, കുട്ടികളെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം. കുട്ടികളെ ചിലപ്പോൾ എൻ്റെ പ്രഭാഷണങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. 2000 കുട്ടികൾക്ക് A+ അവാർഡ് കൊടുക്കുന്ന സദസ്സാണ് പെരിന്തൽമണ്ണയിൽ. മലപ്പുറം ജില്ലയിലെ എല്ലാ A+കാരെ ആദരിക്കുന്ന സദസ്സ്. 6000 ജില്ലാ A+കാരുണ്ട്. പക്ഷേ 2000 കുട്ടികളെയാണ് എന്താക്കിയിട്ടുള്ളത് ഇവിടെ, അവിടെ ഒരുക്കി അവർ വന്നിട്ടുള്ളത്. മാധ്യമം പത്രത്തിൻ്റെ ഒരു പരിപാടിയായിരുന്നു. ആ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 3000 രൂപ സമ്മാനം കൊടുക്കാമെന്നും പറഞ്ഞു. 3000 രൂപ സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞാൽ സദസ്സിലിരിക്കുന്നവരൊക്കെ A+ കിട്ടിയവരാണ്. എല്ലാവരും A+ കിട്ടിയവരാ. A+കാർ ആദരിക്കുന്ന സദസ്സാണ്. മന്ത്രി വന്നു പോയി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സംസാരമാണ്. സംസാരത്തിനിടയ്ക്ക് ഞാൻ ചോദ്യം ചോദിച്ചു. അങ്ങനെ ഈ 2000 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട്. പക്ഷേ ഈ സൈഡിൽ നിന്ന്, ഇടത്തെ സൈഡിൽ നിന്നൊരു മഞ്ഞ ചുരിദാറുകാരി എഴുന്നേറ്റ് നിന്നു. പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേര് അശ്വിനി എന്നായിരുന്നു. അശ്വിനി മോൾ എഴുന്നേറ്റ് നിന്ന്, പിന്നീട് ആ പേരൊക്കെ ചോദിക്കണത് എനിക്ക് ആ കുട്ടീനൊന്നും അറിയില്ല. ആ കുട്ടി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറയാമെന്നെ പറഞ്ഞ സമയത്ത്
ഞാൻ പറഞ്ഞു എന്നാ മോള് പറയാന്ന് പറഞ്ഞു. നമുക്ക് സന്തോഷമായി. പക്ഷെ എനിക്ക് ഉറപ്പാണ്, കാരണം ഞാൻ ചോദിച്ചതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ഒന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് 3000 പോകൂല എന്നുള്ള ഉറപ്പിലാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. മോള് പറഞ്ഞ് 2-3 മിനിറ്റ് മെനക്കെട്ട് പറഞ്ഞിട്ട് അതിന് ഉത്തരമില്ല. പിന്നെ ഒരു സദസ്സല്ലേ, ഞാൻ പറഞ്ഞു മോളിരിക്ക്, ഇനി അതിനുള്ള സമയമില്ല എന്ന് പറഞ്ഞു. കാരണം പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ കുട്ടി ഒരു റിക്വസ്റ്റ് ഒന്നല്ല നടത്തിയത്, കൈ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു സർ ഒരു മിനിറ്റ് കൂടി. ഞാൻ റിക്വസ്റ്റ് ചെയ്ത് മോളെ ഇരിക്കുമെന്ന്. പക്ഷെ ആ കുട്ടി ഇരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ മാനം കെടുന്നത് പോലെ തോന്നിപ്പോയി. കാരണം ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കണില്ല. സാർ എനിക്ക് 1 മിനിറ്റ് കൂടി താ, 1 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു റിക്വസ്റ്റിന്റെ അപ്പുറത്തുള്ള ഒരു കമാൻഡ് പോലെ. റിക്വസ്റ്റ് നമുക്ക് മനസ്സിലാകും, ഇതൊരു കമാൻഡായ പോലെ, ഒരു ആഹ്വാനം പോലെ. സാർ 1 മിനിറ്റ് കൂടി തരണം. ഞാൻ പറഞ്ഞു എന്നാ നീ പറയാന്ന് പറഞ്ഞു. കാരണം കുറച്ച് ദേശത്തിൽ തന്നെ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചോ, എന്നാ നീ പറയാന്ന് പറഞ്ഞു. അങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട് ഏകദേശം പിന്നെയും ഒരു 2-3 മിനിറ്റ് അങ്ങനെ എടുത്തിട്ട് ആ കുട്ടി മനോഹരമായി ഉത്തരം പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കുട്ടി അരികിലേക്ക് വിളിച്ച് സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ 3000 രൂപ പത്രക്കാരെ കൊണ്ട് കൊടുക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട്, ആ കുട്ടി ഇങ്ങനെ കൈകൾ വിറക്കുന്നുണ്ട്, കണ്ണുനീര്. ശരിക്കും ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയില്ല, 3000 രൂപ കിട്ടിയപ്പോഴേക്കും എന്താ ഈ കുട്ടിക്ക് പറ്റിപ്പോയത് എന്നൊരു ചിന്ത എനിക്കും തോന്നി. ഞാൻ പത്രക്കാരോട് പറഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് ആ കുട്ടിയെ വിളിപ്പിക്കണമെന്ന്. ആ കുട്ടി വന്നു, പരിപാടി കഴിഞ്ഞിട്ട് വന്നു. അപ്പോഴാണ് ഞാൻ പേരിതൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഞാൻ നിനക്ക് 3 ലക്ഷം രൂപയൊന്നുമല്ലല്ലോ തന്നത്, 3000 രൂപയല്ലേ, എന്തിനാ മോള് കരഞ്ഞെന്ന് ചോദിച്ചു. അശ്വിനി മോള് പറഞ്ഞത് ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ട്, അവരുടെ മതത്തിൽ പിന്നെ അങ്ങനെയാണല്ലോ, കൈ കൂപ്പിക്കൊണ്ട് എൻ്റെയും ഇവരുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട്, അഥവാ പത്രക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ കുട്ടി പറഞ്ഞെന്താണെന്നറിയോ, സാറേ എൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അതുകൊണ്ട് കഴിഞ്ഞ മാസത്തിൽ ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പിലാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. സാറേ ഞങ്ങളുടെ ആധാരം പോലും ബാങ്കിൽ പണയത്തിലാണ്, ഒരു നയ പൈസ ഇല്ല, മരുന്നിന് പോലും കഴിക്കാൻ പൈസ ഇല്ലാതെ വീട്ടിൽ കഴിയാൻ. അപ്പോൾ നിങ്ങളൊരു 3000 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛന് മരുന്ന് വാങ്ങിക്കൊടുക്കാനാണ് സാർ ഞാൻ ആ ഉത്തരം പറഞ്ഞതെന്നാണ്. 1 മാസത്തെ മരുന്നിനുള്ള പൈസയായിരുന്നു അശ്വിനി മോളുടെ ഒരു ഉത്തരം. ഞാൻ പറയുന്നത് ഈ കാര്യം വീണ്ടും പറയാനല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കി അവിടെയുള്ള 1999 കുട്ടികൾക്കും ആൻസർ കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അങ്ങനെ ഒരു ഡ്രീം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ അശ്വിനി മോള് പറഞ്ഞത് എന്താണെന്നറിയോ? സർ 1 മിനിറ്റ് കൂടി എന്ന് പറയുമ്പോൾ ഉറപ്പാണ് ആ കുട്ടിയുടെ വായിൽ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിയിൽ ഉത്തരമുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു രംഗമുണ്ടായിരുന്നു, മോളെ മരുന്നിന് പൈസ ഇല്ല എന്ന് പറയുന്ന രംഗം, മോളെ മരുന്നിന് പൈസ ഇല്ല എന്ന് കരയുന്ന പാവപ്പെട്ട പിതാവിൻ്റെ ഒരു രംഗം. അതുണ്ടായതിൻ്റെ പേരിലാണ് IQ കൂടുന്നതും തൻ്റെ അച്ഛനെ സഹായിക്കണമെന്ന മോഹമുണ്ടാകുന്നതും എങ്ങനെയെങ്കിലും ഈ സാറ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നും ആ കുട്ടിക്ക് വാശിയേറിയത് ഇങ്ങനെ ഒരു ഡ്രീം അഥവാ തൻ്റെ അച്ഛനെ സഹായിക്കണമെന്ന മോഹമുണ്ടായത് കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട കുട്ടികളോടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ മാതാക്കൾ വളരെ പ്രയാസത്തോടു കൂടി നിങ്ങളെ വളർത്തുന്നു എന്ന് വെക്കുക. ഭാവിയിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള രംഗങ്ങളായിരിക്കണം. പഠിച്ചു വലുതായി അന്ന് നിങ്ങൾ ഒരിക്കലും ആരും എത്തിയുമെന്ന് വിളിക്കില്ല. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതല്ല, 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രായപൂർത്തിയായ ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെ ഉയർന്നു വരുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് തണലായി നിൽക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ കുറെ കെടുതികൾ നമ്മൾ കാണും. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാണ്, ഇന്ന് ലോകത്ത് കാണുന്ന പല കെടുതികളുണ്ട്, പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന അവസ്ഥകളുണ്ട്. ആ അവസ്ഥയിലേക്കൊന്നും നമ്മൾ പോകരുത്. കാരണം ആ അവസ്ഥകൾ ഇങ്ങനെ വിശദീകരിച്ച് മൈക്കിലൂടെ ഇപ്പം ഞാൻ പറയുന്നില്ല. അത് MDMA ഭാഗമായി, LSD ഭാഗമായി, കഞ്ചാവിൻ്റെ ഭാഗമായി. ഇപ്പം ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്തുള്ള ഒരു സുഹൃത്തിനെ പോലീസുകാർ ദുബായിൽ പിടിച്ച കാര്യം. എന്താ കാര്യം? അച്ചാറും കുപ്പി കൊടുത്തയച്ചതാണ്. അച്ചാറും കുപ്പിൻ്റെ അടിയിൽ കഞ്ചാവ് ഇട്ടിട്ടാണ് കൊടുത്തയച്ചത്. ആ അച്ചാറും കുപ്പിൻ്റെ ഇപ്പം AI വന്ന സമയമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോട് കൂടിയിട്ട് ഇപ്പം ദുബായിലേക്ക് ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് പോലും കാണിക്കൂല. നമ്മൾ ദുബായ് പോണ ആൾക്കാരോട് ചോദിക്കുക, അവിടെ സ്ഥിരമായിട്ട് വിസ ഉള്ളവരോട്. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ഇങ്ങനെ രണ്ട് ചെല്ലുന്നു, പാസ്പോർട്ടൊക്കെ നമുക്ക് പോക്കറ്റിൽ വെക്കാം, എന്നിട്ട് ക്യാമറയിൽ നോക്കുന്നു, ക്യാമറ നമ്മുടെ കണ്ണിൽ ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു, ഉടനെ തന്നെ സുലൈമാൻ കായൽ മഠത്തിൽ പുത്തൻപീടിയേക്കൽ എന്നുള്ള പേരും വരുന്നു. പാസ്പോർട്ട് പോലും ഇപ്പം കാണണ്ട, പകരം നമ്മുടെ കണ്ണ് കണ്ടാൽ അറിയാം ഇത് സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്, അയാളുടെ അഡ്രസ്സിൻ്റെതാണെന്ന്. അങ്ങനത്തെ കാലത്ത് ഏതിൻ്റെ അടിയിൽ വെച്ച് കൊടുന്നാലും കൊണ്ടുപോയാലൊക്കെ അത് അറിയും. അതുകൊണ്ട് അച്ചാറും കുപ്പിയുടെ അടിയിൽ ഇതിട്ടിട്ട് അച്ചാർ അതിൻ്റെ മേലിട്ടിട്ട് പാവത്തിൻ്റെ അടുക്കൽ കൊടുത്തയച്ചിരിക്കുകയാണ്, ഇതെങ്ങനെയെങ്കിലും അവിടെ എത്താൻ വേണ്ടിയിട്ട്. ആസാദ് ജയിലിലാണ്. എന്നിട്ട് ഇന്നാളെ വിളിക്കാൻ പറ്റുമോ, KMCCയുടെ ഇന്നാളെ വിളിക്കാൻ പറ്റുമോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ തെരുവിൽ വെച്ചിട്ട് പ്രായം ഇല്ലാത്ത അഥവാ നിങ്ങൾക്ക് അധികം പ്രായമില്ല, പക്ഷേ നല്ല ഉഷാറായി തോന്നുന്ന ഒരാൾ ബൈക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് മിഠായി തരാൻ പറഞ്ഞാൽ പോലും നിങ്ങളത് വാങ്ങിക്കരുത്. കാരണം നമ്മൾ സാധാരണ വ്യക്തികളല്ല,
നമ്മൾ ഒരുപാട് വ്യക്തികളെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടുന്ന ആളുകളാണ്. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ ഫോളോവേഴ്സ് അല്ല, നിങ്ങൾ മറ്റുള്ളവർ ഫോളോ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറേണ്ടവനാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും മാറേണ്ടതാണ്. അഥവാ 1,00,000 ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 1999 നമ്പറുകാരനല്ല നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന കുട്ടികളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും അങ്ങനെ ഉയർന്നു പോകേണ്ടവരാണ്. എനിക്കറിയാം ഷാഹിദിനെ കുറിച്ച്. ഷാഹിദ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വളർന്നതാണ്. എനിക്കറിയാം അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച്. ഇവരൊക്കെ ഇപ്പൊ സിവിൽ സർവീസുകാരാണ്. അവർ ഓരോരുത്തരും ജാർഖണ്ഡിൽ കളക്ടറായിട്ട് ഒരാൾ ഇരിക്കുന്നു. ഷാഹിദ് 7ാമത്തെ തവണ എഴുതിയിട്ടാണ് അദ്ദേഹം ഉയർന്ന രീതിയിലേക്ക് സിവിൽ സർവീസിലേക്ക് എത്തിയത്. ഇങ്ങനെയൊക്കെ എത്തിയതും ഇതേപോലെ ലത്തീം ഖാനയിലൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് എന്ന് അവരുടെ ടോക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. ഒരു മനുഷ്യന്റെ ഏറ്റവും ശക്തമായ എനർജി അത് കിനാബുകളാണ്. ആ കിനാബുകൾ അള്ളാഹുവിലേക്ക് തട്ടിക്കാനുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ടായിത്തീരലാണ്. അങ്ങനെ നമ്മുടെ മക്കളെ ഏറ്റെടുക്കാൻ ആളുകളുണ്ടെന്നും നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ഒരു പിതാവ് അഥവാ നമുക്കില്ലെങ്കിൽ ആ ആളെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒരു പിതാവിന് പകരമായി ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായ ഒരു കാലഘട്ടത്തിൽ ഉയർന്നുയർന്ന് പോകാൻ നമുക്ക് പറ്റണം. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും നമ്മുടെ മക്കളെ പ്രത്യേകമായും ശ്രദ്ധിച്ചിട്ട് വേണം വളർത്താൻ. കാരണം സാറ്റലൈറ്റ് പാരന്റിങ് എന്നാണ് ഇതിന് പറയുക. വിദൂരതയിൽ നിന്നുകൊണ്ട് പിതാവ് ചെയ്യുന്നത് പോലെ, ഇപ്പൊ ഗൾഫിലുള്ള പിതാവ് ഇങ്ങനെ ചെയ്യുന്നത് പോലെ പിതാവില്ലാതെ ഈ മക്കൾ ചിലപ്പോ നിങ്ങൾ പാരന്റിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ രൂപവും മദറിന്റെ രൂപവും ഒരേപോലെ കൊടുക്കുന്നുണ്ടാകും. അഥവാ ഉമ്മയായിട്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടാകും, ഉപ്പയായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാകും. ഈ 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ വിജിലൻസി നിങ്ങൾക്ക് നിർബന്ധമാണ്. എന്ന് വെച്ചാൽ വാപ്പയിൽ നിന്ന് കിട്ടേണ്ടത് ബുദ്ധിയാണ്, ഉമ്മയിൽ നിന്ന് കിട്ടേണ്ടത് ഹൃദയമാണ്. ബുദ്ധിയും ഹൃദയവും പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പെർഫെക്റ്റ് ആകുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു വാക്കുണ്ട്, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സംഭവം പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. ഈ ലോകത്തിൽ പ്രതിഫലത്തിൽ അർഹമാക്കപ്പെട്ടവൻ അൽ ഖവിയ്യും അൽ അമീനുമായിരിക്കണം. അഥവാ നല്ല ബുദ്ധിശക്തിയും കഴിവുമുള്ള ആളായിരിക്കണം. അത് നമ്മൾ വളർത്തിയെടുക്കണം. അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്, ഒന്ന് പുറത്തേക്ക് എടുത്താൽ മതി. അൽ അമീൻ, അവൻ വിശ്വസ്തനുമായിരിക്കണം. അഥവാ ഹൃദയത്തിൽ ഈമാനുള്ള ആളായിരിക്കണം. അള്ളാഹുവാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്ന്, അള്ളാഹുവിന്റെ ദീനിലാണ് ഞാനുള്ളത് എന്ന്, അള്ളാഹു ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട എന്ന്, വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും ഒക്കെ അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണെന്ന്, അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണെന്ന്, മലക്കുകളും ജിന്നുകളും മനുഷ്യരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്ന്, ഇന്നലെയിൽ കഴിഞ്ഞു പോയവരും നാളെ വരാനിരിക്കുന്നവരും ഇന്നുള്ളവരും അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ് എന്ന്, ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ അള്ളാഹു മാത്രം മതി എന്ന് ഓരോരുത്തരും അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോയി അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ ആരില്ലെങ്കിലും ഒന്നാമതായാൻ നമുക്ക് പറ്റും. ആ ഒരവസ്ഥയിലൂടെ കടന്നു പോകാൻ നമുക്ക് പറ്റും. ആ ഒരവസ്ഥ കരഗതമാക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അള്ളാഹു അതിനുള്ളൊരു തർത്തീബ് നമുക്ക് തന്നിരിക്കാൻ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട്, നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് ബുദ്ധിശക്തി വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇവർ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കൊടുക്കണം. അതോടൊപ്പം നിങ്ങൾ മുത്തം കൊടുക്കാൻ മറക്കരുത്. കാരണം നിങ്ങൾ ഡബിൾ എഫക്റ്റിൽ മുത്തം കൊടുക്കേണ്ടവരാണ്. കാരണം അവർക്ക് നിങ്ങൾ മുത്തം കൊടുക്കുന്നത് വലിയ സന്തോഷമാണ്. അതെത്ര വലിയ ആളായാലും ശരി. എൻ്റെ പിതാവിന് ഇപ്പോൾ 75 വയസ്സായി, എനിക്കിപ്പോൾ 49ാമത്തെ വയസ്സുമായി. എന്നാലും ഒരു യാത്ര വിദൂരതയിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പയിലരികിൽ പോകാറുണ്ട്. ആ സമയത്ത് ഉപ്പ ഒന്ന് അണഞ്ഞൂട്ടി പിടിച്ചിട്ട് ഒരു മുത്തം തരാറുണ്ട്. അത് ഇന്നും നമ്മൾ കൊതിക്കുന്ന മുത്തമാണ്. ഓരോ പിതാക്കന്മാരും കൊതിക്കുന്ന മുത്തമാണ്. എനിക്ക് ഉമ്മയില്ല, ഉമ്മപ്പം മരിച്ചിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് 15 വർഷമായി. അത് ഞാൻ എൻ്റെ ഉപ്പയെ സമീപിക്കുന്നു. ഉപ്പയില്ലാത്തവർ അതിലേറെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഉമ്മമാരെ സമീപിക്കുന്നു. ഖബർസ്ഥാനിൽ പോയാൽ ഏറ്റവും കൂടുതൽ കരച്ചിൽ വരിക ഉപ്പമാരുടെ ഖബറിൽ നിൽക്കുമ്പോഴല്ല, ഉമ്മമാരുടെ ഖബറിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പൊട്ടി കരയുക. അതിന് സ്നേഹത്തിന് പകരം വെക്കാൻ ആളില്ല എന്നതാണ്. ആ സ്നേഹത്തിന് പകരം വെക്കാൻ ഒരാളുമില്ല. എഴുതിയല്ലോ ഏതോ ഒരു കവി, ഉപ്പയെക്കുറിച്ച് എഴുതിയ എഴുത്തിലൊക്കെയും ഉപ്പ തിരഞ്ഞത് ഉമ്മയുടെ പേരായിരുന്നു എന്ന്. അതിന് പകരമായി ഉമ്മയെക്കുറിച്ച് എഴുതിയ ഓരോ കവിതയിലും ഉമ്മ തിരഞ്ഞതും തിരിച്ചായിരിക്കും. ഇങ്ങനെ ഉമ്മമാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരാൻ നമുക്കൊരിടത്തും പറ്റണം. നമ്മുടെ കുട്ടികളെ മുത്തം കൊടുത്ത് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്ന് ദേഷ്യപ്പെടാതെ. അവർ ചിലപ്പോൾ ദേഷ്യം കാണിക്കും, എല്ലാ കുട്ടികളും ദേഷ്യം കാണിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. അതുകൊണ്ട് ദേഷ്യം കാണിക്കുന്ന സമയത്ത് നിങ്ങളൊരിക്കലും എന്താകരുത്, അതിങ്ങനെ അവരെന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഞാൻ അവൻ അങ്ങനെ വളർത്തിയതല്ലേ ഇങ്ങനെ വളർത്തിയതല്ലേ. ഇല്ല, കുട്ടികളുടെ ഒരു സൈക്കോളജി ഉണ്ട്. മൊത്തം മനുഷ്യന്റെ സൈക്കോളജി അങ്ങനെ. ലഅബുൻ വലഹുൻ വസീനത്തുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ തഫാഖുറും ബൈനഹും ബൈനക്കും, പിന്നെ പറഞ്ഞത് എന്താണ്, തകാസുറും ബിൽ അംവാലി വൽ ഔലാദ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച തർത്തീബാണ്. ആദ്യം കുറെ കളിക്കും,
കളിക്കേണ്ട സമയത്ത് കുട്ടികൾ കളിച്ചേ നടക്കും. അപ്പം കണ്ടില്ലേ കുട്ടികൾ ചെറിയ മക്കളൊക്കെ അവിടെ ഓടിപ്പാഞ്ഞ് നടക്കണം. ഇവിടെ ആരാ പ്രസംഗിക്കണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ, എന്തിനായി പ്രസംഗിക്കണമെന്ന് അറിഞ്ഞൂടാ. കാരണം കുട്ടികൾക്ക് കളി മതി. അത് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ആ കുട്ടികളെ പിടിച്ച് കാണും ഇങ്ങനെ ഒരു സീറ്റിൽ ഇരിക്കവിടെ, അത് കേക്കവിടെ, അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. അത് 3-4 വയസ്സുള്ള കുട്ടികളാണ്, ഓടിക്കളിക്കേണ്ട കുട്ടികളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലഹുവിലേക്ക് കയറുക. ആ പ്രായത്തിലിരിക്കുന്ന മക്കൾ അവരിപ്പോൾ ശ്രദ്ധിച്ചുകൂടി ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്തപ്പോഴും ഗെയിമൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ മെസ്സിപ്പ് എന്തായി, നെയ്മറിപ്പ് എന്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവരെന്നെ നെയ്മറും നെയ്മറൊക്കെ ഉണ്ടാക്കിയിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അത് ലഹീബല്ല, അത് ലഹുവാണ്, അത് വിനോദമാണ്. കാരണം കളി കളിക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ നിളകണം, ഒന്ന് വിയർക്കണം. ഇത് അതൊന്നും ഇല്ലാതെ വെറുതെ ഇരുന്നിട്ട് മെസ്സിനെ കൊണ്ട് 10,000 ഗോൾ നമ്മളെന്നാണ്ട് അടുപ്പിക്കുകയാണ്. അത് വിനോദമാണ്. ഇറ്റ്സ് നോട്ട് പ്ലേ. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് വിനോദം എന്നാണ് പറഞ്ഞത്. അപ്പൊ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഅബുൻ വലഹുൻ. ആ ലഹു ഭയങ്കരമായിട്ട് ലഹുവുള്ള ആൾക്കാരുണ്ട്. വിനോദം അങ്ങോട്ട് പോയി മോശത്തരത്തിലേക്ക് വിനോദത്തെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. ആ വിനോദത്തിന്റെ എക്സ്ട്രീം ലെവലാണ് എന്തെങ്കിലുമൊക്കെ ഇത് ഉപയോഗിക്കുക, അത് വലിക്കുക, ഇത് കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിനോദത്തിന് അങ്ങേ തലയാണ്. ഇന്നമൽ ഹയാത്തുദ് ദുനിയ, തീർച്ചയായിട്ടും ദുനിയാവിലെ ജീവിതം ലഅബുൻ, ഒന്നുകിൽ ഒരു കളിയാണ്, അല്ലെങ്കിൽ ലഹുവുൻ, അതൊരു വിനോദമാണ്. അത് സാധാരണഗതിയിൽ പണ്ടൊക്കെ നമ്മൾ ദർസ് പഠിക്കുമ്പോൾ ജലാലീനി തഫ്സീർ ഓതിയിരുന്ന സമയത്ത് ഉസ്താദുമാർ നമുക്ക് പറഞ്ഞുതരാം, അല്ലാഹു അവർക്കൊക്കെ വിശാലത കൊടുക്കുമാറാകട്ടെ. അതിങ്ങനെ കളിയും തമാശയും എന്ന് പറഞ്ഞിങ്ങനെ പോവലാണ്. പക്ഷെ അതിനെക്കുറിച്ച് റിസർച്ച് ഉണ്ട്. ആ റിസർച്ചിൽ പറയുന്നത് എന്താണെന്നറിയോ? ലഅബ് ഒരു പ്രത്യേക പ്രായത്തിലാണ്. ഉദാഹരണത്തിന് ഒരു 10 വയസ്സുവരെയൊക്കെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ വിനോദത്തേക്ക് കടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മുടി നേരാക്കലായി, മുഖത്ത് ഭയങ്കര ഉഷാറായിട്ട് മറ്റേ എന്താണ് ഗ്ലൂട്ടോത്തയൻ അല്ലേ മക്കളെ, ഗ്ലൂട്ടോത്തയോണൊക്കെ തേച്ച് ഭയങ്കര ഉഷാറാക്കി ആണുങ്ങളും പെണ്ണുങ്ങളും പിന്നെ കണ്ണാടിൻ്റെ മുമ്പ് തിരിയാതെ അവിടെ ഒരു ഇതിങ്ങനെ മൂക്ക് കുത്തി നോക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് വെച്ച് നോക്കി ഇങ്ങനെയൊക്കെ വസീനയിലേക്ക് കടക്കും. കാരണം ഭംഗിയാണ് ഏറ്റവും പ്രധാനം. നമ്മളെ പെരയിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ കുടുംബനാഥം കെടുന്ന് ഓടുണ്ടാവും. കുട്ടികൾ അപ്പോഴും ഡ്രസ്സ് മാറ്റുക, അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഫോട്ടോ എടുക്കുക, അതേമാതിരി തന്നെ മുഖം ശരിയാക്കുക, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. നമ്മൾ ചിലയിടത്തൊക്കെ പ്രസംഗിച്ച് കുടുങ്ങാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ. ഞാൻ ഒരു കോളേജിൽ പ്രസംഗിച്ചൊരു പ്രസംഗമാണ്. പെൺകുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളെ നിങ്ങൾ കല്യാണത്തിൻ്റെ ദിവസം ഒരിക്കലും എന്താക്കരുത്, നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നിസ്കാരം ഒഴിവാക്കരുത്. നിങ്ങളെ മേക്കപ്പിന് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പൈസ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അത് മാത്രം കട്ട് ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറയും, ഇപ്പോൾ ഉദാഹരണത്തിന് മമ്മൂട്ടിയെ പോലുള്ള ആൾക്കാർ, ഞാൻ സിനിമനെ പറയല്ല കേട്ടോ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്, കുട്ടിയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അവരിടുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മൂപ്പരെ മുഖം ചുളിയാതിരിക്കാൻ വേണ്ടി അത്ര അവർ എഴുതി കൊടുക്കും, ഇന്നതേ പാടുള്ളൂ എന്ന്. അല്ലാതെ ഏതെങ്കിലും കൊടുത്ത് തേമ്പാനൊന്നും ഒരു സമ്മതിക്കൂല. അങ്ങനെ എന്നിട്ട് മുഖത്ത് മേക്കപ്പ് ഇട്ട ഈ മനുഷ്യൻ എന്താ, നമ്മൾ അമീദ് ഭായി പോലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ അടുക്കൽ, പിന്നെ നമ്മൾ ജാബിർ ഭായി പോലൊക്കെ. അപ്പോൾ നമ്മൾ അത്തരം കുറച്ച് ആൾക്കാരോടൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കാറുണ്ട്. ഇവരോടല്ല, അതേപോലുള്ള ആൾക്കാരോട്. ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഈ മേക്കപ്പ് ഒക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കാരവനിലേക്ക് കയറിയിട്ട് നിസ്കരിക്കും. അതിന്റെ മൂപ്പര് കാരവൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ മമ്മൂട്ടിനെ പ്രൊമോട്ട് ചെയ്യല്ല, ഞാൻ പ്രസംഗം ഇഞ്ഞും കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ തിരുത്തി പറയാം. മൂപ്പരെന്ത് ചെയ്യും? ഈ മേക്കപ്പ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിസ്കരിക്കാൻ കയറും. മൂപ്പരുടെ ഇതും കൂടി അള്ളാഹു തീരുമാനിച്ചതാണ്, അല്ലാതെ നമ്മൾ തീരുമാനിക്കേണ്ട എവിടെ വെച്ചിട്ട് മമ്മൂട്ടി നരകത്തിൽ കാണോ സ്വർഗത്തിൽ കാണോ എന്നൊക്കെ പടച്ചവന്റെ തീരുമാനമാണ് എന്താവണം എന്നുള്ളത്. മോശപ്പെട്ട ഒരു സ്ത്രീക്കും പുറത്തു കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു. അത് ബുഖാരി ശരീഫിൽ വരുന്ന ഹദീസാണ്. അത് മമ്മൂട്ടി എന്ത് ചെയ്യും? ഞങ്ങളോട് അതുമായി ബന്ധപ്പെട്ട ആൾ പറയാണ്, നേരെ കാരവനിലേക്ക് കയറി നിസ്കരിക്കും, ഈ മേക്കപ്പ് ഒക്കെ ഒഴിവാക്കും, എന്നിട്ട് നിസ്കരിക്കും. ഞമ്മക്കൊരു കല്യാണത്തിന് ഒരുങ്ങുമ്പോൾ അതിനൊന്നും നേരമില്ല എന്ന് ഞാൻ പ്രസംഗിച്ചതാണ്. അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ്, മമ്മൂട്ടി എന്തായാലും ഇപ്പം നിസ്കരിച്ചാണെങ്കിൽ സിനിമാക്കാരനല്ല. അതൊന്നും പറയണ്ട, ഞാൻ കുട്ടികൾക്ക് കൺവിൻസ്ഡ് ആക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. കാരണം മമ്മൂട്ടി മേക്കപ്പ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിസ്കരിക്കാൻ പോവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കല്യാണത്തിന് എന്താക്കണ്ട, അതിലും താഴെയുള്ള മേക്കപ്പല്ലേ ഇപ്പം നമ്മൾ ഇടുന്നുള്ളൂ, അത് ഒഴിവാക്കിയിട്ട് നിസ്കരിക്കാതെ ഇരിക്കണ്ട എന്ന് പറഞ്ഞതാണ്. ഇപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഞാൻ അന്ന് പ്രസംഗിച്ചതിന് ഒരു തിരുത്തും കൂടി പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ വസീന, ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ കേടും വതഫാഖുറും ബൈനക്കും, കുറച്ചും കൂടി വലുതായാൽ അവർ പരസ്പരം പെരുമ നടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ വതകാസുറും ബിൽ അംവാലി വൽ ഔലാദ്, അവർ സമ്പത്തിനെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കേണ്ടത്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യൻ്റെ ആയുസ് ഇത്രയേ ഉള്ളൂ. ഒന്ന് കുറേ കളിക്കും, അത് കഴിഞ്ഞാൽ കുറച്ച് വിനോദം കളിക്കും, അത് കഴിഞ്ഞാൽ കുറച്ച് ഭംഗി ഉണ്ടോയെന്നൊക്കെ നോക്കും, അത് കഴിഞ്ഞാൽ കുറച്ച് എന്താക്കും, അവനിങ്ങനെ ഫഹ്റ് നടിച്ച് നടക്കും, ഇങ്ങനെ അഭിമാനം അല്ലെങ്കിൽ ദുരഭിമാനം നടിച്ച് നടക്കും. അതിനപ്പുറത്തേക്ക് പോയാൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കും, മരിച്ചാണ്ട് പോകും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. ഇത് ആപ്പിൾ ഫോണിൻ്റെ CEO ആയിരുന്ന സ്റ്റീവ് ജോബ്സിൻ്റെ ലാസ്റ്റ് ലെറ്റർ ഒന്ന് എഴുതി നോക്ക്, നിങ്ങൾ ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. ഇത്രയും പൈസയും ആപ്പിൾ ഫോണിൻ്റെ CEO ആയിരുന്നിട്ടും അദ്ദേഹം പറയുന്ന വാക്കുകൾ, അവസാനം ക്യാൻസർ പിടിച്ചിട്ട് മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ഒന്നും വേണ്ടായിരുന്നു എന്ന് പറയുന്ന സ്റ്റീവ് ജോബ്സിനെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾ കാണും.
അപ്പൊ നമ്മൾ ഒരിക്കലും എന്താക്കരുത്, ആളുകളുടെ തിമർപ്പ് കണ്ട് ആളുകളുടെ ഇത് കണ്ടിട്ട് ഒരിക്കലും ആക്കരുത്. പാവങ്ങളോടൊപ്പം പാവങ്ങളുടെ കൂട്ടത്തിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഞാൻ ഇരുന്നിട്ട് പറയല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ മുസ്തഫ സാർ എന്നെ വിളിച്ചു, മുസ്തഫ മാഷ് എന്നെ വിളിച്ചു, അപ്പോ ഇങ്ങനെയുള്ള പരിപാടിയാണ് നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോ മുസ്തഫ സാറിന്റെ വാക്കും ഞാൻ ഇവിടെ ഇരുന്ന് പറയാണ് കേട്ടോ. ഞാനിപ്പോ ഒരു 2-3 ദിവസമായിട്ട് ഒരു കാർ എടുത്തു, ഒരു പുതിയ കാർ എടുത്തതാണ്. അപ്പൊ അത് ആദ്യം എവിടുക്കാ ഓടേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു. പല പരിപാടിക്കൊക്കെ വേണമെങ്കിൽ പോവാം, പക്ഷെ ആദ്യമായിട്ട് യത്തീം മക്കളുടെ പരിപാടിക്കാകട്ടെ എന്ന് ഞാൻ ചിന്തിച്ചതും ഇതിന്റെ പേരിലാണ്. സഹോദരന്മാരെ, അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ VIP-കളുടെ അരികിലേക്കും പോകുമ്പോഴും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾക്കാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മൾ എന്താക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു നയാ പൈസ പോലും അവിടുന്ന് ഈടാക്കാതെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടന്നു നീങ്ങേണ്ടതും. അങ്ങനെയും നമുക്ക് ദൗത്യങ്ങളുണ്ട്. നമ്മൾ MES ക്ലാസ്സിന് പോകുമ്പോൾ മറ്റുള്ളവർ പോകുമ്പോൾ അവർ ഫീസ് തരുമായിരിക്കും. ഇവിടെ മുസ്തഫ സാറ് 1000 രൂപ തന്നാൽ പോലും ഞാൻ വാങ്ങിക്കില്ല. ആ നെയ്യത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഇത് നമ്മൾ ഓരോരുത്തരുടെ ലാബിലിറ്റിയാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? നമുക്ക് പലരുമുണ്ട് എന്ന്. ഞാനിതിന് വന്നത് എന്തിനാണെന്നറിയോ? മുസ്തഫ സാറ് വിളിച്ചു എന്നതുകൊണ്ടല്ല. വിദൂരതയിൽ ഇരുന്നു കൊണ്ടൊരു സഹോദരൻ വിളിക്കുമ്പോൾ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ആലോചിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ കൂടി അത് പറയുകയും ചെയ്തു. അതായിരിക്കും മൂപ്പരോട് പറഞ്ഞിട്ടുണ്ടാകുക. അള്ളാഹുവിൽ നിന്ന് സംതൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഉമ്മമാരും ചിന്തിക്കേണ്ടത്, നമുക്ക് നമ്മുടെ അള്ളാഹുവുണ്ട്, പിന്നെ അത് ഒരു ഓർഗനൈസേഷൻ എന്ന നിലക്ക് അൽ ഇഹ്സാൻ എന്ന് പറയുന്ന ഈ സംഘബോധവുമുണ്ട്. ഇത് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കാൻ എത്രയോ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു, എത്രയോ ആളുകൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, മക്കളെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു. അതുകൊണ്ട് ഇവരോടൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യമാണ്. അതോടൊപ്പം തന്നെ ആരുമില്ല എന്ന തോന്നലിൽ നിന്ന് മുക്തമായി നമ്മൾ ഗോൾ സെറ്റുകൾ നെയ്തു വെക്കണം. വലിയ വലിയ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാകണം. ഇവിടുത്തെ ഓരോ ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ കുറച്ചൊക്കെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി. എനിക്കറിയാവുന്ന കുറച്ച് സ്ത്രീകളുണ്ട്, പാവങ്ങളായ ആളുകൾ. അവർക്കൊരു വരുമാനത്തിന് വേണ്ടി അവർ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുന്ന ചില ജോലികളുണ്ട്. അത് ചെയ്യാൻ പറ്റുന്നവർ, എല്ലാവരെ കൊണ്ട് ഞാൻ പറയുന്നില്ല മുസ്തഫ സാറേ, ഞാൻ പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. എനിക്കറിയാവുന്ന ഇപ്പൊ കണ്ണൂർ, കാസർഗോഡൊക്കെ ഭാഗത്തുള്ള ഒന്നിനും പിന്നെ കഴിയാത്ത വിധവകളായ സ്ത്രീകളായ ആളുകളുടെ ഓർഗനൈസേഷൻസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതെന്താണെന്നറിയോ? അവർക്ക് ഒരു ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ പോലുള്ളൊരു സാധനം, ലാപ്ടോപ്പ് കുറഞ്ഞ വിലണ്ടത് വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ടൊരു 3 മാസത്തെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കഴിഞ്ഞിട്ട് എൻട്രി എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. മരുന്ന് കമ്പനിയിലേക്ക് അതിൻ്റെ പേരുകൾ എൻട്രി ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേരുകൾ എൻട്രി ചെയ്യുക. പറ്റുന്നവർ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, എനിക്കറിയാവുന്ന 2-3 കുട്ടികളുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ മാസത്തിൽ 25,000-30,000 ഒക്കെ വാങ്ങുന്നവർ. കാരണം ലോകത്തിൽ ഇനി ഓഫീസുകളൊക്കെ ഇല്ലാതെയാകാൻ പോവാണ്. വർക്ക് ഫ്രം ഹോം, വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ വരാൻ പോവാൻ. നിങ്ങൾ ഒരാളെയും കാണാൻ പോകണ്ട, ഒരു ഉദ്യോഗസ്ഥന്റെ അടുക്കലേക്കും പോകണ്ട. അവരൊരു ടാസ്ക് തരും, അത് ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്കത് സെൻഡ് ചെയ്ത് കൊടുക്കുക, അവർ നിങ്ങൾക്ക് സാലറിയും തരും. ഇന്ന് ഓഫീസുകൾ ഔട്ടാക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എല്ലാവരും എന്ത് ചെയ്യാണ്? ആളുകളെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറ്റുന്നവർ അതിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? അതെങ്ങനെ പഠിച്ചെടുക്കുക എന്നാണ്. വീട്ടിലിരുന്നു കൊണ്ട് ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യണമെന്നോ പുറത്തേക്ക് പോകണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പോകണമെങ്കിൽ പോവാം, അതൊക്കെ പറ്റുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നിങ്ങളൊന്ന് ഉഷാറായിട്ടൊന്ന് പഠിച്ച് ഈ പറയുന്ന സ്കൂളും അതൊക്കെ നല്ല മാർക്കോട് കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നിങ്ങളെയും ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകളാണ്, ഒരുപാട് ഓർഗനൈസേഷൻസ് ആണ്. അതുകൊണ്ട് ആരും അതിൻ്റെ പേരിൽ എന്താകേണ്ട, ബേജാറാകേണ്ടതില്ല. അങ്ങനെ ഓരോ ആളുകളും ഏറ്റെടുക്കും, അവർ നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഒരു പക്ഷേ സമ്പത്തുള്ള മക്കൾ കടന്നു പോയതിനേക്കാൾ അപ്പുറത്തേക്ക് പാമരരായ നമ്മളെ എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിയും. അതിലാരും സങ്കടപ്പെടേണ്ടെന്ന കാര്യമേ ഇല്ല. ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അതിൻ്റെ ആളുകളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഓരോരുത്തരും ഈ ഉമ്മമാരെ, ഉപ്പമാരെ ഉള്ളവർ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. തിരിച്ചിങ്ങോട്ട് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുക. അവരുടെ കൂട്ടത്തിൽ ഒന്നിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക. അവർക്ക് നമ്മൾ ഓരോരുത്തരും ആശയമായി നിന്നു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശാ കേന്ദ്രമായി നിന്നു കൊടുക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളും നമ്മളോടൊപ്പമുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നടക്കുക. അവർ പറയുന്നത് പോലെ ചിട്ടയോട് കൂടിയിട്ട് പോവുക. ലോകത്തിൻ്റെ ഒരു തിരുത്തലുകളിലും ഒരു മോശപ്പെട്ട ജൈത്രയാത്രയിലും നമ്മളാരും പങ്കാളികളാകാതിരിക്കുക. തകർന്നടിയും നമ്മളപ്പോ. കാരണം ഈ ലോകത്തിൽ പലതുമാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ എന്തൊക്കെയാ നടക്കുന്നത്. പാവമെന്ന് തോന്നുന്ന പയ്യൻ നേരെ പോയിട്ട് ആമര കൊണ്ടുവരുന്നു, 4-5 ആളുകളെ കൊന്നെടുക്കുന്നു. എന്നിട്ട് ഉമ്മ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം കുറേ ദിവസം കഴിഞ്ഞിട്ട് അവൻ പോലും അറിയുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഇതിൽപ്പെട്ട ഒരാളും ഉണ്ടാകരുത്.
നാളെ അവരെ തിരുത്തുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറണമെന്നതാണ്. ഈ പാവപ്പെട്ട ഉമ്മമാരെ നമ്മൾ ഇനി കണ്ണീര് കുടിപ്പിക്കരുത്. നമ്മൾ അവർക്ക് ആശാകേന്ദ്രമായി മാറുക എന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും നല്ല സ്നേഹം കൊടുത്തു വളർത്തു. എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഈ ലോകത്തിൽ. പതിതരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവന്ന ഉമ്മമാരുടെ മാതാക്കളുടെ കഥകൾ ആയിരക്കണക്കിന് കഥകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലക്ഷക്കണക്കിന് കഥകളും സ്റ്റോറീസുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നമുക്ക് സങ്കടപ്പെടാനൊന്നുമില്ല. ആ യശസ്സോടെ മുന്നോട്ട് പോവുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് നിങ്ങൾ കരഞ്ഞത് തീർക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ടോ? ശുക്റിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ സന്തോഷത്തെ നമ്മൾ തീർക്കുക. നമുക്കെല്ലാറ്റിനും നമ്മുടെ അള്ളാഹു മതി. അവനാണ് സർവാധിപതി, അവനാണ് സമഗ്രാധിപതി, അവനാണ് സർവ്വധീശത്വത്തിൻ്റെയും ഉടമസ്ഥൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയൊക്കെ സ്നേഹിച്ചതുപോലെ എന്തൊരു ചാൻസാ നമുക്കെന്നറിയോ? ഇങ്ങനെയാണ് കൈവിരൽ കൊണ്ട് പറഞ്ഞത്, യതീം മക്കളെ നോക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കുമെന്ന്. 2 വിരലുകൾ ഇങ്ങനെ അടുക്കിയിട്ടാ പറഞ്ഞത്. വേറെ ഒരാളെ കുറിച്ചും അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ചേർത്ത് പറഞ്ഞത് വിധവകളെ സംരക്ഷിക്കുന്നവനും ഞാനും ദാ ഇതുപോലെയാണെന്ന് മറ്റൊരു സ്ഥലത്തും പറഞ്ഞു. വിധവകളെയും യതീം മക്കളെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നാളെ മഹ്ശറ വൻസഭയിൽ നമ്മൾ ചോദ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. അഥവാ നമ്മുടെ എല്ലാ പിതാക്കന്മാരും അവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ഉപ്പമാരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഫാദർ ഉണ്ട്, ഗോഡ് ഫാദർ ഉണ്ട്. ആ ഫാദറിന്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ആ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. വിശുദ്ധമായ റമളാനിൽ നമ്മൾ കൂടുതൽ അതിലേക്ക് തിരിയുന്നു. മക്കളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു. ഓരോ ഉമ്മമാരെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു. നമ്മുടെ മക്കൾ ഉയരങ്ങളിൽ എത്തും ഇൻഷാ അല്ലാഹ്. അൽ ഇഹ്സാന് വേണ്ടിയിട്ട് പറയല്ല, എന്നാലും പറഞ്ഞോട്ടെ. അൽ ഇഹ്സാൻ എന്ന് പറയുന്ന സംഘബോധം ഇങ്ങനെ കൊണ്ടുപോയി എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പ്രയാസം തോന്നുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇദ്ദേഹത്തോടോ കൂട്ടുകാരോടോ പറഞ്ഞ് നമ്മളെപ്പോലെയുള്ള ആളുകളെ നിങ്ങൾ സമീപിക്കാൻ ശ്രമിക്കുക. നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നല്ല, നമുക്കും ഇതേപോലെ പലരെയും ബന്ധപ്പെടുത്താൻ കഴിയും. അങ്ങനെ എനിക്കിപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ എന്ന് പറഞ്ഞ ആൾ ചെയ്തു കൊടുത്തിട്ട് വേണ്ടി വരും എല്ലാം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കുമാറാകട്ടെ. പക്ഷേ നമുക്ക് ചെയ്തു തരാൻ 100,000 ആളുകളാണ്. അതുകൊണ്ട് ആ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ഉത്തേജനം നമ്മുടെ മനസ്സിൽ ഇന്നു മുതൽ ഏറ്റവും സജീവമായി ഉണ്ടാകും. മുസ്തഫ മാഷ് പറയുന്നത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കണം എന്നാണ്. ആ പ്രതിജ്ഞ 2 കൂട്ടരെടുക്കുക. ആരാന്നറിയോ? ഒന്ന്, അത് ഉപയോഗിക്കുമെന്ന് തോന്നുന്ന ആൾക്കാർ ഉപയോഗിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിജ്ഞ. ഇവിടെ ആ പ്രതിജ്ഞ അല്ല കേട്ടോ. ഇവിടെ ആ പ്രതിജ്ഞൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ആരും അത് ഉപയോഗിക്കാൻ വേണ്ടി പോകണമെന്നില്ല. ഇവിടെയൊക്കെ നല്ല കുട്ടികളാണ്. അങ്ങനെ ഉപയോഗിക്കുന്നവരെ പിന്മാറ്റാൻ ഞങ്ങൾ ലീഡറായി നിൽക്കുമെന്ന രീതിയിലുള്ള പ്രതിജ്ഞ. മനസ്സിലായ? ഒന്നത് ഉപയോഗിക്കൂല എന്നുള്ള പ്രതിജ്ഞ. അപ്പം ഞാനും പോയിട്ട് പലയിടത്തും പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിക്കാതിരിക്കാനുള്ള പ്രതിജ്ഞയല്ല, ഉപയോഗിക്കുന്നവരെ പിന്മാറ്റുമെന്ന പ്രതിജ്ഞയാണ്. അത് നമുക്ക് ചെയ്തോടെ ഇൻഷാ അല്ലാഹ്. അല്ലാതെ ഇവിടെ പ്രതിജ്ഞ എടുപ്പിക്കുമ്പോൾ വിചാരിക്കരുത് എന്ത് അത് ശരി ഇവരിപ്പത്രയൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ പറ്റിയിട്ട് അങ്ങനെ ധരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കേരളത്തിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ കൊള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. എല്ലാവരും കൂടി പേടിച്ച് ഭയപ്പെട്ട് 3.5 കോടി ആൾക്കാരുണ്ട്. 3.5 കോടി ആൾക്കാരുണ്ട് ഈ കേരളത്തിൽ. 3.5 കോടി ആൾക്കാരിൽ ഇപ്പോഴും ലക്ഷങ്ങൾ തെയ്യൂല ഇതൊന്നും ഉപയോഗിക്കണവർ. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് പറയാം. ആൾക്കാർ പ്രസംഗത്തിലാണ്ട് പറഞ്ഞ് എറണാകുളത്ത് 2 ആളെ പിടിക്കുമ്പോൾ എറണാകുളം ജില്ല മൊത്തം മയക്കുമരുന്നാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് 5 ആളെ പിടിക്കുമ്പോഴത്തേന് എന്താ മലപ്പുറം ജില്ല മൊത്തത്തിൽ ഇപ്പോൾ ആകെ വെള്ളത്തിലാന്ന് പറയും. കോഴിക്കോട് ജില്ലയിൽ നിന്ന് എവിടുന്നേലും 2 ആളെ പിടിക്കുമ്പോൾ ഇതൊന്നും കണ്ട് പേടിക്കരുത് നമ്മൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ തേടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. പണ്ടൊക്കെ അത് തേടിപ്പോകണമായിരുന്നു. ഇപ്പോൾ അത് നമ്മളെ തേടി ഇങ്ങോട്ട് വരികയാണ്. അപ്പം അതിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നു. അതുകൊണ്ട് അങ്ങനെ പോകുന്ന കുട്ടികളെ നമ്മൾ മാറ്റി നിർത്തി നേതൃത്വം കൊടുക്കുമെന്നുള്ളൊരു പ്രതിജ്ഞയാണ്. എല്ലാവർക്കും ചെയ്തൂടെ ഇൻഷാ അല്ലാഹ്? എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ ഇൻഷാ അല്ലാഹ്. കയ്യൊന്ന് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പിടിച്ചോളി. ചില പ്രതിജ്ഞകൾക്ക് ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിക്കണം എന്നാണ്. ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്നുണ്ടാകില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കണേ. ഏത് ചുരുട്ടി പിടിക്കൽ
ഞാൻ ഒരിക്കലും അതിലുണ്ടാവില്ല എന്നാണ്. ഇങ്ങനെ പിടിക്കൽ ഞാനും എൻ്റെ സമൂഹവും നമ്മളെല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഞാൻ മാത്രമല്ല, എൻ്റെ സമൂഹവും എന്താണ് അതിൽ നിന്ന് ഞാൻ മാറ്റുന്നു. അതുകൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചോളി, ഇങ്ങനെ ചുരുട്ടിയിട്ടല്ല. ചുരുട്ടിയിട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ അതിനു വേണ്ടി തയ്യാറാണ് എന്നതാണ് ഈ പ്രതിജ്ഞ. ഇങ്ങനെ പിടിച്ചാൽ ഞാനും തയ്യാറാണ്, എൻ്റെ സമൂഹത്തെ അതിൽ നിന്ന് മാറ്റിമറിക്കാനും തയ്യാറാണ്. തയ്യാറല്ല ഇൻഷാ അല്ലാ? എല്ലാവരും ഒന്ന് കൈ ഇങ്ങനെ നിർത്തി പിടിച്ചാട്ടെ ഇൻഷാ അല്ലാ, ഒന്ന് ഉഷാറായിട്ട്. ഇതാ ചെല്ലിക്കോളിൽ ഇവർ എഴുതി തന്നതാണ് പ്രതിജ്ഞ. അൽ-ഇഹ്സാൻ പ്രവർത്തകരൊക്കെ കയറിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പറയണ്ട, നിങ്ങളെ കുട്ടികളല്ലേ, ഓലൊക്കെ അത് മാഷാല്ല കയറി. ഇനി ആരെങ്കിലും പ്രവർത്തകരുണ്ടെങ്കിൽ കയറണം കേട്ടോ. ഈ പ്രതിജ്ഞ അവിടെ ഇക്കണവരൊക്കെ വരും. അൽ-ഇഹ്സാന്റെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, വോളണ്ടിയേഴ്സ് എന്ന് ഞങ്ങൾ പറയാം. വോളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ട്. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രവർത്തകർക്ക് അപ്പുറത്താണ്. ജീവൻ അർപ്പിക്കാൻ വേണ്ടി തയ്യാറായ, അങ്ങനെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ആളുകളെയാണ് വോളണ്ടിയേഴ്സ് എന്ന് പറയാം. അത് വെറും ഒരു സർവീസല്ല, വോളണ്ടിയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മൾ ഏറ്റവും ശക്തമായിട്ടൊരു പ്രതിജ്ഞ എല്ലാം വേണ്ടി പോവാണ്. എല്ലാവരും പിടിച്ചോളി, സ്ത്രീകളും പിടിച്ചോളി, ആണുങ്ങളൊക്കെ പിടിച്ചോളി. അങ്ങോട്ട് ആരും നോക്കുന്നൊന്നുമില്ല ഇൻഷാ അല്ലാ. ഇതാ കൈ ഇൻഷാ അല്ലാ ഇങ്ങനെ നിർത്തി പിടിക്കുക. മാഷാ അല്ലാ, നല്ല ബലത്തിൽ നിർത്തി പിടിച്ചോളി ഇൻഷാ അല്ലാ. രണ്ട് നിയ്യത്താണ് നമുക്കുള്ളത്. ഒന്ന് ഞാനും എന്ന് മാറും, പിന്നൊന്ന് സമൂഹവും ഇൻഷാ അല്ലാ. അൽ-ഇഹ്സാൻ കുടുംബാംഗങ്ങളായ, കുറച്ച് ഉറക്കെ പറഞ്ഞോളി, അൽ-ഇഹ്സാൻ കുടുംബാംഗങ്ങളായ ഞങ്ങൾ ലഹരിയുടെ ദോഷവശങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനും യുവതലമുറ ലഹരി മാഫിയ സംഘത്തിൻ്റെ വലയിൽ പെടാതിരിക്കാനുമുള്ള ശ്രമങ്ങൾ ഞങ്ങൾ പ്രയത്നിക്കുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി നിലകൊള്ളുമെന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ അൽ-ഇഹ്സാൻ കുടുംബാംഗങ്ങളായ ഞങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിനെ കൂട്ടിച്ചേർത്ത് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, ഇതെങ്ങാനും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നറിയോ? ആ കുട്ടികളുടെ അവസ്ഥ ഇതാണ്. ആദ്യം അവർ ഉപയോഗിച്ച് തുടങ്ങും, അതിന് ടോളറൻസ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ സാലിയൻസിലേക്ക് പോകും, അഥവാ ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇനി ഞങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂല. അത് കഴിഞ്ഞാൽ പിന്നെ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് കടക്കുന്നൊരവസ്ഥ, വിഡ്രോവൽ സിൻഡ്രം എന്ന് പറയും. അങ്ങനെ അവർ പ്ലേറ്റ് കൊണ്ടും ഗ്ലാസ് കൊണ്ടും കയ്യറുത്തിട്ട് ചോര കുടിക്കുന്ന അവസ്ഥയുണ്ടാകും. പിശാചുക്കളെ പോലെ വളരുന്ന അവസ്ഥയുണ്ടാകും. അതിലാരും തന്നെ പെട്ടുപോകരുത്. പ്രിയപ്പെട്ട മാതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളെ ഒബ്സർവ് ചെയ്താൽ മതി, ഒരിക്കലും സംശയിക്കേണ്ട. നിരീക്ഷിച്ചാൽ മതി, അവരോട് സ്നേഹത്തോട് കൂടിയിട്ട് പ്രവർത്തിച്ചാൽ മതി. അവരെ എപ്പോഴും ആലിംഗനം ചെയ്ത് ചുംബനം കൊടുത്താൽ മതി. മറ്റുള്ള എല്ലാവരെയും പിന്മാറ്റുന്ന കാര്യം ഇൻഷാ അല്ലാഹ് ഈ കുട്ടികളേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ സുലൈമാൻ മെഹ്ബൂബ് സാറിനോട് സംശയങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കേണ്ട അവസരമാണ്. ഒരു 5 മിനിറ്റ് സാറിനോട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് നന്നായിട്ട് മികച്ച നിലയിൽക്കുന്ന കുട്ടികൾ നമ്മളെ കൂടെയുണ്ട്. നമ്മുടെ അൽ-ഇഹ്സാൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാറിനോട് എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു മടിയും കാണിക്കണം. അതിനുള്ളൊരു സെഷനാണ് 5 മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറിൻ്റെ ക്ലാസ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പിന്നെ എന്താ പറയുക, മൂപ്പര് മരിച്ചതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ സാറെ ക്ലാസ് ഞാൻ കേട്ടതും ഇതിന്ന് ഇതിവിടെ വരെ എത്തിയതും. ഇപ്പോൾ സാറ് ഒരു അശ്വിനിൻ്റെ ഒരു കുട്ടീൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അശ്വിനി, അതൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് സാർ ഇതിൽ. പിന്നെ എൻ്റെ മോനിപ്പം BBA ആണ് പഠിക്കുന്നത്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ അതിന് ഇവിടുന്ന് തുടർച്ചയായിട്ട് ഇനി എന്തെങ്കിലും മോന് ചെയ്യാൻ പറ്റുന്നത് എന്തുണ്ടെങ്കിൽ നമ്മളെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇവിടെ ആൾക്കാരൊക്കെ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. എന്നാലും ഞാൻ എൻ്റെ ഭാഗം പറയാം. അതായത് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് ചില ടെസ്റ്റുകൾ ചെയ്യണം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ്. നമ്മളതിന് ആളുകളൊക്കെ എന്താക്കുക, തെർത്തീവാക്കി തരുന്നുണ്ട്. ആ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ 3 ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നെങ്കിലും ചെയ്താൽ മതി. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ്. 3 ടെസ്റ്റാണ്. അത് എന്തിനാണ് ചെയ്യിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഏത് മേഖലയ്ക്ക് തിരിഞ്ഞാലാണ് അവിടെ വിജയിക്കുക എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ അവരുടെ അഭിരുചി അറിയാൻ പറ്റും. അഭിരുചിക്കനുസരിച്ച് പോയാലേ കുട്ടിക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു ഭാരമായിരിക്കും പഠനം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ച പല ബുദ്ധിയും തന്നിട്ടുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഓരോ സെഗ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. അതിൽ ഏതാണ് നമ്മളെ കുട്ടി എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ്.
അതേപോലെ തന്നെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ 16 ടൈപ്പ് വ്യക്തിത്വങ്ങളുണ്ട്. ഇപ്പം ഞാൻ ENTJ എന്ന് പറഞ്ഞിട്ടുള്ള അതാണ്, അത് ഇവിടെ പറഞ്ഞാൽ അത്ര മനസ്സിലാവില്ല. അതിൽ ഏതാണ് ഞാൻ, അപ്പം ഞാൻ സോഷ്യോ ഇൻ്റലിജൻ്റ് ആണോ, അതായത് ഏതാണെന്നൊക്കെ അറിയാം. ഇങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ ചെറിയ ചെറിയ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ നിങ്ങളെ കുട്ടികൾക്കും വേണ്ടിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ സാറേ കേട്ടോ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞയച്ചോളാം ഇൻഷാ അല്ലാ. അത് ചെയ്യിപ്പിച്ചിട്ട് കുട്ടികളെ തിരിച്ചുവിടുകയായിരിക്കും കുറച്ചും കൂടി നന്നാകുക ഇൻഷാ അല്ലാ. ഇപ്പോൾ അറിയാമല്ലോ, ദർസ് ഓതുന്ന സമയത്ത് അറബി നന്നായിട്ട് വഴങ്ങുന്ന സബക്കിൽ നന്നായിട്ട് ഉള്ള കുട്ടികളുണ്ടാവും, അത് പ്രയാസപ്പെടുന്ന കുട്ടികളുണ്ടാവും. കാരണം അത് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, ഭാഷാ നൈപുണ്യം എന്ന് പറയുന്ന അറബിയിലുള്ള കുട്ടികളോട് അങ്ങനെ കയറുക. എല്ലാവർക്കും അങ്ങനെ കയറാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഹിഫ്ള് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, നല്ല മെമ്മറി, ലോങ് ടേം മെമ്മറി ഉള്ള ആൾക്കാർക്ക് ഹിഫ്ള് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു 5 കൊല്ലം ഹിഫ്ള് ചെയ്താലും എന്താവില്ല, ഇതാണ്ട് കയറി കിട്ടൂല. ഇത്തരം ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം പഠിച്ചോൻ പല രീതിയിലാണ് ഓരോരുത്തരും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നല്ലതാണ്. രണ്ടാമത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം, ഡിഗ്രി നമ്മളെ കുട്ടികൾ PG കഴിയാതെ നിർത്തരുത് എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. PG കഴിയാതെ, അതിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ PG കഴിയാതെ എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഇനി എന്തെങ്കിലും വളർച്ച കാരണത്താലോ പെട്ടെന്ന് കല്യാണം വരികയോ ചെയ്താൽ നിങ്ങൾ വിവാഹം കഴിച്ചാലും അവരെ ചെറിയ രീതിയിലൊരു ജോലിയിലേക്ക് എത്തിക്കുന്ന രീതിയിലല്ല അച്ചടക്കത്തോട് കൂടിയിട്ടും പഠിപ്പിക്കുന്നത്, എല്ലാ അച്ചടക്കത്തോട് കൂടിയും. ഇപ്പം എല്ലാവരും അത് പറഞ്ഞില്ല, പണ്ഡിതന്മാരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ നല്ല രീതിയിലുള്ള ഭർത്താക്കന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതോടുകൂടി അവർ ഫ്രീ ആവുന്നൊരവസ്ഥ ഉണ്ടാകണം. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞിട്ട് തടസ്സം നിൽക്കരുത്. നമ്മൾ കല്യാണം ഒരു നല്ല യോജിപ്പിൽ വരുന്ന സമയത്ത് തന്നെയാണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ അതിനും വേണ്ടിയിട്ട് എനിക്കറിയാം, നമ്മൾ അറിയുന്ന കൗൺസിലിംഗ് ചെയ്യുന്ന കുറേ കുട്ടികൾ 28-30 വയസ്സായിട്ട് പഠിക്കട്ടെ PhD കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള കല്യാണമൊന്നും കിട്ടൂല. അപ്പോൾ അതിനനുസരിച്ചുള്ളതൊക്കെ ചെയ്തിട്ട് പഠിത്തം ജീവിതം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. ഒരിക്കലും മക്കളുടെ പഠിത്തം എന്താക്കരുത്, പെട്ടെന്ന് വെച്ചിട്ട് നമ്മൾ നിർത്തരുത്, വിശിഷ്യ ആൺകുട്ടികളുടേത്. അതിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി BBA അല്ലേ പറഞ്ഞത്? BBA എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസാണ്. അവൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ BBA കഴിഞ്ഞാൽ MBAയോ അല്ലെങ്കിൽ CMA പോലുള്ള സാധനത്തിലേക്ക് തിരിയലാണ്, അല്ലെങ്കിൽ പിന്നെ ലോയിലേക്ക് തിരിയുക, അല്ലെങ്കിൽ ടീച്ചിങ്ങിലേക്ക് തിരിയുക. ഈ 4 മേഖല പ്രധാനമായിട്ടുള്ളത്. ഇതിലേക്ക് തിരിയണമെങ്കിൽ അവൻ PG ചെയ്യണം. ആ PG കുറച്ചും കൂടി ഉഷാറായിട്ട് ചെയ്യണമെന്ന് അവനക്ക് തോന്നുകയാണെങ്കിൽ നല്ല ഒരു ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ജർമ്മൻ്റെ ചില ടെസ്റ്റുകളുണ്ട്. ഞാൻ ഒരു ഇത് പറയുകയാണ് നിങ്ങളോട്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ജർമ്മനി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ലേ, എത്തീസത്തേക്ക് പോവുമോ മറ്റേക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ. ഞാൻ ജർമ്മനിയിലൊക്കെ പോയിട്ടുണ്ട് മാഷാ അല്ലാ. ജർമ്മനിയിൽ 3000-ലേറെ പള്ളിയുണ്ട്. നിങ്ങൾ പെരി പോയാൽ കാണാൻ പറ്റും. നമ്മളത് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കി. പെരി പോയാലും തന്നെ അവിടെ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി, ഇവിടെ നിന്ന് സെർച്ച് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്. 3000-ലേറെ പള്ളികളുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവർ നല്ല ദീനിയായിട്ട് തന്നെ കൊണ്ടുപോകും. അവിടെ ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നതിന് പ്രത്യേകിച്ച് വകുപ്പും ഗ്രൂപ്പും ഒന്നുമില്ല. നല്ല രീതിയിൽ മുസൽമാന്മാരായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നതിൻ്റെ അതേ തെർത്തിബോട് കൂടിയിട്ട് തന്നെ പോകുന്നവർ. അവർ ഇൻ്റലക്ച്വൽസ് ആണ്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാരെ. അവരെ ബന്ധപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ജോലിക്ക് പോവുകയാണെങ്കിൽ ജർമ്മനിയിൽ അവരുടെ ഭാഷ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കുകയും ചെയ്യുക, ജോലിയും ചെയ്യുക. നല്ല സാലറിയിൽ അവർ എത്തുകയും ചെയ്യും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അത്തരം സ്ഥലത്തേക്ക് MBA 1 വർഷമേ ഉള്ളൂ, അതിന് പറഞ്ഞേക്കുക എന്നുള്ളതാണ്. പൈസ കൊടുത്തിട്ടല്ല, ടെസ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞേക്കേണ്ടത്. കുട്ടിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെ വിദ്യാഭ്യാസപരമായി നമ്മുടെ ഓരോ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എവിടെ എത്തിക്കണമെന്ന് കൃത്യമായൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതിനനുസരിച്ച് അവരെ വിടണം. ഡിഗ്രി PG കഴിയാതെ നമ്മളെ കുട്ടികളെ നിർത്തൂല തീരുമാനിക്കണം. ഇനി നിർത്തുകയാണെങ്കിൽ തന്നെ അവർ AI പോലുള്ള മറ്റെന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അവരെന്ത് ചെയ്യണം, പെട്ടെന്ന് നല്ല രീതിയിൽ എവിടെയെങ്കിലും നല്ലൊരു ജോലിക്ക് കയറുമെങ്കിൽ മാത്രമേ പഠിത്തം നിർത്താൻ പാടുള്ളൂ. അല്ലാതെ പഠിത്തം ഒരിക്കലും നിർത്തിക്കരുത്. നല്ലോണം കീഴുവനപ്പാടത്ത് നല്ലൊരു സഹോദരി. എനിക്ക് 2 ചെറിയ കുട്ടികളാണ്. കുട്ടികൾ വല്ലാതെ മൊബൈലിൽ കളിച്ചിട്ട് വല്ലാതെ പ്രയാസത്തിലാണ് ഉസ്താദ്. അപ്പോൾ അതിനെന്താണ് അവരെ പിന്നെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് മാറ്റാണ് എന്താണ് പ്രതീതിൻ്റെ. ഈ സഹോദരിൻ്റെ ഭർത്താവ് 2 വർഷം മുമ്പ് ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. അപ്പോൾ ഈ വിഷയമാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. ഇൻഷാ അല്ലാ. അതിലെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഇറങ്ങുന്ന ഓരോ ഡിവൈസാണ്. നമ്മളെ കാലത്ത് ടേപ്പ് റെക്കോർഡറായിരുന്നു, കഴിഞ്ഞ ടെലിഫോണായി, ഇങ്ങനെയൊക്കെ ആയി. നമ്മളതിലേക്കൊന്നും വല്ലാണ്ടൊന്നും പോയിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ TV ഒന്നാകെ ഇറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഇതേവരെ ഈ സാധനമൊന്നുമില്ല, ഈ TV എന്ന് പറഞ്ഞ സാധനമൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കലാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയൊരു സാധനമാണ് മൊബൈൽ. അതിലെന്താ ചെയ്യേണ്ടതെന്നറിയോ? മൊബൈൽ നമ്മൾ സമയത്തെ ഒന്ന് നിർണ്ണയിക്കുക നല്ല സൗമ്യമായിട്ട്. ബാക്കിയുള്ള പഠിത്തം അത് കഴിഞ്ഞാൽ മൊബൈൽ തരാമെന്ന് പറയാം. ആ മൊബൈൽ കൊടുക്കുമ്പോൾ തന്നെ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള മെത്തേഡ് പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരു ക്ലാസ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ ഗെയിം കളിക്കുക എന്ന് വിചാരിച്ചോളൂ. ആ ഗെയിം കൺസ്ട്രക്റ്റീവ് ഗെയിമുണ്ട്, ഡിസ്ട്രക്റ്റീവ് ഗെയിമുണ്ട്. തകർത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ബൈക്ക് എടുത്ത്, കാറെടുത്ത് ആളെ കൊന്ന്, പിന്നെ ഹെലികോപ്റ്റർ എടുത്ത് ആകാശത്ത് കൂടി പറന്ന് അവിടെയുള്ള 4 ആൾക്കാരെ കൊന്ന്, ഇങ്ങനത്തെ കളിയാണ് കുട്ടികൾ കൂടുതലും കളിക്കുന്നത്. കൊന്നിപ്പോൾ മാരെ കൊല്ലാനും മടിയില്ലാത്തൊരവസ്ഥയ്ക്ക് പോലെ ഗെയിം എത്തിയിട്ടുണ്ട്. നേരെ മറിച്ചിട്ട് റീകൺസ്ട്രക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അഥവാ ദുബായിനെ റീകൺസ്ട്രക്ട് ചെയ്യുക,
ചെയ്യുക, അല്ലെങ്കിൽ കോഴിക്കോട്ടങ്ങാടിനെ മാറ്റുക, പാളയത്തെ പൊടിച്ചിട്ട് പിന്നെ എങ്ങോട്ടാക്കുക, നല്ലളത്തേക്ക് ആക്കുക, നല്ലളം കൊണ്ടുപോയിട്ട് പാളയത്ത്. നല്ല രസമുള്ള ഗെയിമാണ്. അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇവരെ ബുദ്ധിശക്തി കൂടും. അതിന് നല്ല രസകരമായ അങ്ങനത്തെ ഗെയിമുകളുണ്ട്. ഭാഷ ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കോഴിക്കോടുള്ള ഒരു സഹോദരൻ മുമ്പ് ടാഗോർ ഹാളിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ കുട്ടികൾക്ക് അഥവാ കാർട്ടൂൺ കൊടുക്കുകയാണെങ്കിൽ അറബിയോ ഇംഗ്ലീഷോ മറ്റുള്ള ഭാഷകളിൽ കൊടുക്കണമെന്ന്. ആ സാധു പ്രസംഗം കേട്ട് പോയി. 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ടാഗോർ ഹാളിൽ വന്നിട്ട് പ്രസംഗിക്കാൻ നിന്നപ്പോൾ ആ മനുഷ്യൻ ഇന്നെ ഭക്ഷണം കഴിക്കാൻ, അന്ന് നോമ്പൊന്നുമല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ വീട് കിടക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് കഴിഞ്ഞിട്ട് കുറേ പോകണം. ഞാൻ പറഞ്ഞൊരു ഭക്ഷണം കഴിക്കാൻ അതുവരെ പോകണം, നമ്മൾ വേറെ എവിടെയെങ്കിലും കഴിച്ചാൽ പോരെ, അതല്ല നിങ്ങൾ വീട്ടിലേക്ക് വരുന്നതാണ്. വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ നിന്ന് ഏകദേശം ഒരു 7 വയസ്സ് 8 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വന്നിട്ട്, മുപ്പർക്ക് അത്ര മക്കളാണ്, ആ മക്കൾ വന്നിട്ട് അറബിയിൽ സംസാരിക്കണം, ഉറുദു സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ മുപ്പരോട് ചോദിച്ചു, ഇങ്ങനെ ഈ കുട്ടികൾ ഇത് പഠിച്ചത്. അന്ന് നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ കാർട്ടൂൺ ഇംഗ്ലീഷ് കേൾപ്പിക്കണമെന്ന്. അത് കേട്ട് കേട്ട് കുട്ടികൾക്ക് ഇംഗ്ലീഷ് എന്തായി? ഇത് നിങ്ങളെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൻ്റെ അപ്പുറത്ത് അവരുടെ വീട്, കുട്ടിക്കാലത്തെ കുട്ടികൾ ഭാഷ പഠിച്ചു. അവിടെ മൊബൈൽ എടുത്തു വെക്കുക എന്നുള്ളതല്ല, ആ മൊബൈലിനെ കൺസ്ട്രക്റ്റീവായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ട്യൂൺ ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് പുസ്തകങ്ങൾ, ലൈബ്രറി എന്തെങ്കിലും പുസ്തകങ്ങൾ വായിപ്പിക്കുക, മൊബൈലിൽ കുറച്ച് കളിക്കണത് അതിൻ്റെ സമയങ്ങളൊന്ന് പരിമിതപ്പെടുത്തുക. ഇങ്ങനെ മൊബൈലിനെ മൊത്തത്തിൽ ഒന്ന് അങ്ങോട്ടും തിരിക്കണം. വെറും നെഗറ്റീവ് കളിയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചു വാങ്ങാതെ അവനെ കൗൺസിലിംഗ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ട് അവനെ മാറ്റിമറിക്കണം. ഒരിക്കലും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ അടുത്ത് ടച്ചിട്ട് മൊബൈൽ വാങ്ങിക്കരുത്. അതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ നെറ്റ് തീർന്നിട്ട് ഉമ്മാൻ്റെ മൊബൈൽ വാങ്ങിച്ചപ്പോൾ ഉമ്മ വലിച്ചുകൊണ്ടായപ്പോഴാണ് പോലെ പോയിട്ട് എന്താക്കിയ കഴുത്ത് കുത്തിയതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കുട്ടികളെ പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കരുത്. ഇമോഷണൽ ആകരുത്, ഡിപ്ലോമാറ്റിക് ആവണം. വൈകാരികമായിട്ട് നമ്മൾ എന്താക്കരുത്, അവരോട് പെരുമാറരുത്. നമ്മൾ വളരെ ഡിപ്ലോമാറ്റിക്കലി ബുദ്ധിപരമായിട്ട് വേണം നമ്മുടെ കുട്ടികളോട് കൈകാര്യം ചെയ്യാൻ. അതാണ് നമ്മൾ അതിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്.